ഞാൻ ഇവിടെ നിൽക്കുന്നത് മോഡേൺ മെഡിക്കൽ സയൻസിൻ്റെ ഒരു ഡോക്ടർ എന്ന നിലയിലല്ല, സത്യത്തെ, ശാസ്ത്രത്തെ, രോഗികളുടെ ആരോഗ്യത്തെ, അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ്. ആധുനിക വൈദ്യശാസ്ത്രം അഥവാ മോഡേൺ മെഡിസിൻ ഗസ് ചെയ്യാറില്ല, ടെസ്റ്റാണ് ചെയ്യാറുള്ളത്. മോഡേൺ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ അടിത്തറയിലല്ല, തെളിവുകളുടെ അടിത്തറയിലാണ് കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. നിരന്തര പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ടെസ്റ്റ് ചെയ്ത് ആവർത്തിച്ച് തെളിയിക്കാവുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ, കൃത്യമായ ഫീൽഡ് സ്റ്റഡികളുടെ അടിസ്ഥാനത്തിൽ, ഫേസ് ട്രയലുകളുടെ അടിസ്ഥാനത്തിൽ, അതുപോലെ പിയർ റിവ്യൂ, അതുപോലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അറിയപ്പെടുന്ന, തിരിച്ചറിയപ്പെടുന്ന സത്യത്തിൻ്റെ അടിത്തറയിൽ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു സത്യാന്വേഷണ സിസ്റ്റമാണ് സയൻസ് എന്ന് പറയുന്നത്. ഇതാണ് സയൻസും സ്യൂഡോ സയൻസും തമ്മിലുള്ള വ്യത്യാസം. സയൻസ് നിരന്തരം പുതുക്കുകയും ടെസ്റ്റ് ചെയ്ത് പുതിയതിനെ ആഗിരണം ചെയ്യുകയും മുൻവിധികളില്ലാതെ പഴയതിനെ തള്ളുകയും ചെയ്യുന്നു. ഇത് പരിപൂർണമായിട്ടും സത്യമാണ് അല്ലെങ്കിൽ പരിപൂർണ ശരിയാണ് എന്ന് ശാസ്ത്രം അഥവാ സയൻസ് ഒരിക്കലും അവകാശപ്പെടാറില്ല. കാരണം ശാസ്ത്രം സത്യത്തിൽ നിന്നും കൂടുതൽ വലിയ സത്യത്തിലേക്കും അതിലും വലിയ സത്യത്തിലേക്കും പുരോഗമിച്ചുകൊണ്ടേയിരിക്കും. സ്വയം തിരുത്തിയും സ്വയം വളർന്നും അത് ആത്യന്തിക സത്യത്തെ അല്ലെങ്കിൽ കൂടുതൽ വലിയ സത്യത്തെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരിക്കും. മെഡിക്കൽ സയൻസിൽ ഞങ്ങൾക്ക് തെറ്റിയാൽ ഞങ്ങൾ അവിടെ നിർത്തും, ആ കാര്യം ജനങ്ങളെ അറിയിക്കും. പിന്നീട് അതിനേക്കാൾ നല്ല സത്യത്തെ അല്ലെങ്കിൽ നല്ല ചികിത്സയെ, നല്ല ഔഷധത്തെ കണ്ടെത്തും. മരുന്നുകൾ നിരന്തരമായി പുതുക്കപ്പെടുകയും ഏറ്റവും പുതിയത് കണ്ടെത്തുകയും ചെയ്യും. നമുക്കറിയാം, ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാ ജനങ്ങളുടെയും പോക്കറ്റിൽ സ്മാർട്ട് ഫോൺ കാണും. കുറച്ച് 10-15 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് സ്മാർട്ട് ഫോണിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. അതിനു മുമ്പ് നോക്കിയയുടെ കുത്തുന്ന ഫോണായിരുന്നു, അതിനു മുമ്പ് കറക്കി കുത്തുന്ന ഫോണായിരുന്നു, അതിനു മുമ്പ് അഞ്ചലോട്ടക്കാരനും തപ്പാലും ടെലിഗ്രാമും ടെലിഫോണും എല്ലാമായിരുന്നു. ഈ വിശ്വാസങ്ങൾ അത് തുടങ്ങിയ കാലത്ത് സന്ദേശം അയച്ചിരുന്നത് പ്രാവിൻ്റെ മേലെയോ അല്ലെങ്കിൽ മേഘസന്ദേശം പോലെ ഭാവനാസൃഷ്ടമായിട്ടോ എല്ലാമായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് സയൻസിൻ്റെ പറ്റി സ്മാർട്ട് ഫോണുണ്ട്, എന്തുകൊണ്ട് ഞങ്ങൾക്കൊരു 15-25 വർഷം മുമ്പ് അത് കിട്ടിയില്ല എന്ന് നമ്മൾ പറയാറില്ല. കാരണം ശാസ്ത്രം അതാണ് സയൻസ്. എന്നാൽ വിശ്വാസങ്ങളാവട്ടെ അത് പിറവിയെടുത്ത ആ കാലഘട്ടത്തിൽ തന്നെ ഘനീഭവിച്ചു നിൽക്കുന്നതാണ്. ഇവിടെയാണ് ശാസ്ത്രവും കപടശാസ്ത്രവും തമ്മിൽ വ്യത്യസ്തമാകുന്നത്. കപട ചികിത്സകൾ അവർക്ക് തെറ്റുപറ്റിയാൽ കുറ്റം രോഗിയുടേതാണ്, അല്ലെങ്കിൽ രോഗിയുടെ ചികിത്സയിലെ പിഴവ് മൂലമാണ്, രോഗിയുടെ ആഹാരത്തിലെ പിഴവ് മൂലമാണ്, അല്ലെങ്കിൽ രോഗിയുടെ അരി ഒടുങ്ങി അയാളുടെ പ്രാണക്ഷയം സാധിച്ചു എന്നാണ് അവർ സ്വയം സമാധാനിപ്പിക്കുകയും രോഗികളെയും ബന്ധുക്കളെയും സമാധാനിപ്പിക്കുകയും ചെയ്യുന്നത്. വൈദ്യശാസ്ത്ര ചരിത്രത്തിൻ്റെ കാര്യമെടുത്താൽ ചരിത്രത്തിന് അതീതമായി തന്നെ, ചരിത്രാതീത കാലം മുമ്പ് തന്നെ മനുഷ്യൻ ചികിത്സ തുടങ്ങിയിരുന്നു എന്നതിൻ്റെ തെളിവുകളുണ്ട്. കാരണം ഒരു 50,000 മുതൽ 12,000 കൊല്ലങ്ങൾക്ക് വർഷം മുമ്പ് വരെ മനുഷ്യവാസം സംഭവിച്ചിരുന്ന, മനുഷ്യൻ്റെ ഗുഹാമനുഷ്യർ താമസിച്ചിരുന്ന ഗുഹകളിൽ നിന്നും ചില
പച്ചമരുന്നുകളുടെയും അതുപോലെ മറ്റു ചില ചികിത്സകളുടെയും തെളിവുകൾ, ചരിത്ര ശേഷിപ്പുകൾ, പുരാവസ്തു ശേഖരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം ഇതൊരു യാരോ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു സസ്യമാണ്. ഗുഹാമനുഷ്യൻ ചികിത്സയ്ക്കായി ഉപയോഗിച്ചിരുന്ന സസ്യമാണ്. ഇതുപോലുള്ള ചെടികൾ ഈ 50,000-10,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ചികിത്സയ്ക്കായി ഉപയോഗിച്ചിരുന്ന ഇത്തരം സസ്യങ്ങളും സസ്യഭാഗങ്ങളുമെല്ലാം ഇന്നും മനുഷ്യൻ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത്ഭുതാവഹമാണ്. അത്ഭുതാവഹം മാത്രമല്ല, അതൊരു മനുഷ്യരാശിയെ ബാധിച്ചിരിക്കുന്ന ദുരന്തം കൂടിയാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കും. കാരണം ശാസ്ത്രം എത്ര ഗതിവേഗത്തിൽ മുന്നോട്ട് കുതിച്ചാലും മനുഷ്യൻ്റെ ആ വിശ്വാസം, അത് അവൻ്റെ ആ പൂർവിക, ആ പ്രിമിറ്റീവ് അവസ്ഥയിൽ അവനെ കെട്ടിയിടുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പഴയ കാലത്തെ ഈ വിശ്വാസ ചികിത്സകൾ പലപ്പോഴും ചെയ്തിരുന്നത് മതപുരോഹിതരോ മന്ത്രവാദികളോ ആയിരുന്നു. അത്തരം ചികിത്സിക്കുന്ന വൈദ്യന്മാരായ മന്ത്രവാദികളെ ഷാമനുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രോഗം, വിശ്വാസ ചികിത്സകളുടെ അടിസ്ഥാനം ആയ രോഗകാരണം ദൈവകോപം, അല്ലെങ്കിൽ സർപ്പകോപം, അല്ലെങ്കിൽ ഭൂതപ്രേത പിശാചുബാധ എന്നെല്ലാമുള്ള സങ്കല്പങ്ങളായിരുന്നു. വൈദ്യശാസ്ത്ര ചരിത്രം എന്നത് മാനവ സംസ്കാരത്തിൻ്റെ ചരിത്രം തന്നെയാണ് എന്ന് പറഞ്ഞത് ഹെൻറി സീജറി എന്ന വൈദ്യശാസ്ത്ര ചരിത്രകാരനാണ്. വൈദ്യശാസ്ത്ര ചരിത്രം, രേഖപ്പെടുത്ത ചരിത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ BC 3500 മുതൽ AD 500 വരെ കാലത്ത് നീണ്ടു നിൽക്കുന്ന അതിനെയാണ് നമ്മൾ പ്രിമിറ്റീവ് മെഡിസിൻ അഥവാ പ്രാചീന വൈദ്യം എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ പ്രിമിറ്റീവ് വൈദ്യങ്ങളും സർവ പ്രാചീന സംസ്കാരങ്ങളും, ലോകത്ത് നിലനിന്നിരുന്ന എല്ലാ നദീതട സംസ്കാരങ്ങളിലും അവരുടേതായ ചികിത്സാ രീതികൾക്ക് രൂപം കൊടുത്തിരുന്നു. എന്നാൽ ഈ ചികിത്സാ രീതികളെല്ലാം തമ്മിൽ സമാനമായ അന്തർധാരകളുണ്ട്. കാരണം എല്ലാ ചികിത്സാ രീതികളും രോഗകാരണം ദൈവത്തിൻ്റെ കോപമായിട്ടോ അല്ലെങ്കിൽ ശാപമായിട്ടോ അല്ലെങ്കിൽ പ്രകൃതിയിലുണ്ടാവുന്ന മാറ്റങ്ങൾ മൂലമോ അല്ലെങ്കിൽ മനുഷ്യപ്രകൃതിയിലുണ്ടാവുന്ന ആ പ്രഭാവത്തിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിലുണ്ടാവുന്ന ദ്രവങ്ങളുടെ, ചില സാങ്കല്പിക ദ്രവങ്ങളുടെ ബാലൻസിലുണ്ടാവുന്ന തകരാറ് മൂലമോ ആണ് എന്നാണ് സങ്കല്പനം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത സംസ്കാരങ്ങൾ പ്രത്യക്ഷത്തിൽ വ്യത്യസ്തമായ പലതരം ചികിത്സാ രീതികൾക്കും രൂപം കൊടുത്തു. 3500 BC നിലനിന്നിരുന്ന മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ ചികിത്സയാണ് മെസപ്പൊട്ടേമിയൻ വൈദ്യം. അവർ ചികിത്സകരായിട്ട് മതപുരോഹിതർ തന്നെയായിരുന്നു വൈദ്യന്മാരായി ഉണ്ടായിരുന്നത്. അസു, ബാരു, അഷിപ്പു തുടങ്ങിയ പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത്. അവരും മത അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ ബാധ ഒഴിപ്പിക്കൽ പോലുള്ള കർമ്മങ്ങളോ അതുപോലെ ചില ഹെർബുകൾ, ചില പച്ച സസ്യങ്ങളുടെ നീരുകൾ, വേരുകൾ മുതലായവയൊക്കെ ആയിരുന്നു ഔഷധമായി രോഗികൾക്ക് നൽകിയിരുന്നത്. സുമേരിയൻ സംസ്കാരത്തിൻ്റെ ചികിത്സാ രീതിയാണ് 3000 BC അതിന് തുടക്കം കുറിച്ചത്. അതുപോലെ ബാബിലോണിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമായി ബാബിലോണിയൻ വൈദ്യം നിലനിന്നു. അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം ഇന്ന് ലഭ്യമായിട്ടുണ്ട്. ബാബിലോണിയൻ ഡയഗ്നോസ്റ്റിക് ഹാൻഡ് ബുക്ക് എന്നൊരു പുസ്തകത്തിൻ്റെ ആ ഗ്രന്ഥത്തിൻ്റെ രേഖകൾ, അതിൻ്റെ ചരിത്രശേഷിപ്പുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ വൈദ്യം ആണ് ഈജിപ്ഷ്യൻ വൈദ്യം. അത് വളരെയേറെ കാലം നിലനിന്ന ഒരു ചികിത്സാ രീതിയാണ്. 3150 മുതൽ 585 BC വരെ ഈ ചികിത്സാ രീതി നിലനിന്നിരുന്നു. കാരണം 550 AD അലക്സാണ്ടർ ഈജിപ്തിനെ കീഴ്പ്പെടുത്തുന്നതുവരെ ഈജിപ്ഷ്യൻ വൈദ്യം അവിടെ നിലനിന്നിരുന്നു. പിന്നീട് ആ വൈദ്യ ചികിത്സാ രീതിയും അവരുടെ സംസ്കാരവും അസ്തമിക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ ചില ചികിത്സാ രേഖകൾ കാഹുൻ ഗൈനക്കോളജിക്കൽ പാപ്പറസ്, എബേഴ്സ് പാപ്പറസ്, ഗ്രീക്ക് മാജിക്കൽ പാപ്പറസ്
തുടങ്ങിയ ചികിത്സാ രേഖകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഒരു പാരമ്പര്യ ചികിത്സാ രീതിയാണ് ചൈനീസ് വൈദ്യം അഥവാ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ. ഈ ടാവോയിസ്റ്റ് ഫിസീഷ്യൻസാണ് ഈ ചികിത്സ നടത്തിയിരുന്നത്. സൗ ഡൈനാസ്റ്റിയുടെ സൗ രാജവംശത്തിൻ്റെ കീഴിലാണ് ഈ ചികിത്സാ രീതി ചൈനയിൽ വ്യാപകമായത്. ഏകദേശം 3000 BC-യോടടുത്താണ് ഈ ചികിത്സാ രീതി ചൈനയിൽ പ്രചാരം സംഭവിക്കുന്നത്. അവരുടെ സങ്കല്പമനുസരിച്ച് മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഒരു യിൻ എന്ന ഒരു നെഗറ്റീവ് സ്ത്രീ മൂലതത്വം, അതായത് നെഗറ്റീവ് സ്ത്രീ പ്രഭാവവും പോസിറ്റീവ് പുരുഷ പ്രഭാവവും, യാങ് എന്ന് പറയുന്ന പോസിറ്റീവ് പുരുഷ പ്രഭാവവും തമ്മിലുള്ള ബാലൻസാണ് ആരോഗ്യം എന്നാണ് അവർ സങ്കല്പനം ചെയ്തിരുന്നത്. ഈ ബാലൻസിലുണ്ടാവുന്ന വ്യതിയാനമാണ്, തകരാറുകളാണ് രോഗമായിട്ട് മാറുന്നത് എന്നാണ് ചൈനീസ് വൈദ്യത്തിൻ്റെ അടിസ്ഥാന തത്വം. അവരും ഹെർബുകളും അതുപോലെ അക്യൂപങ്ചർ എന്ന ചികിത്സാ രീതി ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ്റെ ഭാഗമായി രൂപം കൊടുത്തിട്ടുള്ളതാണ്. അക്യൂപങ്ചർ, അതുപോലെ ഹൈഡ്രോതെറാപ്പി, അതുപോലെയുള്ള ചില സസ്യഭാഗങ്ങൾക്കൊപ്പം തന്നെ പല മൃഗങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും ശരീരഭാഗങ്ങൾ, പല്ലും നഖവും എല്ലുമെല്ലാം ഔഷധമായി ചൈനീസ് വൈദ്യം സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ പല മിനറലുകളും ഹെവി മെറ്റലുകളുമെല്ലാം ചൈനീസ് വൈദ്യത്തിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ പരിണതിയാണ് ഈ ചൈനീസ് വിശ്വാസത്തിൻ്റെയും അവരുടെ ഭക്ഷണശീലത്തിൻ്റെയും പരിണതിയായിട്ടാണ് ആധുനിക മനുഷ്യൻ പോലും പല മൃഗജന്യ രോഗങ്ങൾക്കും വിധേയരാകുന്നത്. നമുക്കറിയാം, നിപ്പയും സാർസും കോവിഡുമെല്ലാം ഉടലെടുത്തത് ചൈനീസ് സംസ്കാരത്തിൻ്റെ, അവരുടെ ഭക്ഷണ രീതിയുടെയും അവരുടെ ചികിത്സാ രീതിയുടെയും ഭാഗമാണ് ആയിട്ടാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യമാണ്. പല ഹെവി മെറ്റലുകളും ടോക്സിക് മിനറലുകളെല്ലാം യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ശരീരത്തെ ഇഞ്ചിഞ്ചായിട്ട് തകർക്കുകയായിരുന്നു ചെയ്തിരുന്നു. ഇതോടൊപ്പം തന്നെ ചൈനീസ് ട്രഡീഷണൽ മെഡിസിൻ്റെ മറ്റൊരു അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടുള്ളത്, കാരണം ഈ സൂണോസിസ്, മൃഗജന്യ രോഗങ്ങൾ, അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ എൻഡേഞ്ചർമെൻറ്റ്, വന്യമൃഗങ്ങളെ വംശനാശത്തിന് പോലും ഈ വൈദ്യം വംശനാശത്തിലേക്ക്, പല മൃഗങ്ങളുടെയും വംശനാശത്തിലേക്ക് ചൈനീസ് വൈദ്യം നയിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് ഈ പോച്ചേഴ്സ്, വന്യമൃഗങ്ങളെ വേട്ടയാടുന്നവരെല്ലാം പുലിനഖവും പല്ലും അതുപോലെ തന്നെ ഈ മൃഗങ്ങളുടെ കൊമ്പ്, കൃഷ്ണമൃഗത്തിൻ്റെ എല്ലാം കൊമ്പുകളെല്ലാം കയറ്റിക്കൊണ്ടുപോയി മൃഗക്കടത്തും മനുഷ്യക്കടത്തും എല്ലാം നടത്തിയിട്ടുള്ള ചൈനയിലേക്ക് അതിർത്തികൾ കടത്തിക്കൊണ്ടുപോകുന്നത് ചൈനീസ് വൈദ്യത്തിൻ്റെ വഴിക്കാണ്, അതിൻ്റെ ആവശ്യങ്ങൾക്കാണ്. അത് പല മൃഗങ്ങളുടെയും വംശനാശത്തിന് പോലും ഇടയാക്കിയിട്ടുണ്ട്. ഇതിന് സമാനമായ ചികിത്സാ രീതികൾ നമ്മുടെ സ്വന്തം മാർഷഭാരത ചികിത്സയായ ആയുർവേദത്തിലുമുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് കടക്കാം. പിന്നീട് 2007 നേച്ചർ എന്ന ശാസ്ത്രമാസിക വളരെ വിശദമായി തന്നെ ചൈനീസ് മെഡിസിനെ വ്യാപകമായി പഠിക്കുകയുണ്ടായി. അതിനുശേഷം ചൈനീസ് വൈദ്യത്തിൽ ശാസ്ത്രീയമായിട്ടുള്ളതോ ഫലപ്രദമായിട്ടുള്ളതോ ഒന്നും തന്നെ ഇല്ല എന്ന് അടിവരയിട്ടുകൊണ്ട് അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. മാത്രമല്ല, അതിനുശേഷം 2008 ഒരു സയൻറ്റിഫിക് റിവ്യൂ നടത്തുകയും ആ റിവ്യൂവിലും ഇതേ സത്യം തന്നെ ആവർത്തിക്കുകയും ചെയ്തു. 3800 BC-യിൽ ആരംഭിച്ച മറ്റൊരു പ്രമുഖ ചികിത്സാ രീതിയാണ് ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന പ്രാചീന ഗ്രീക്ക് വൈദ്യം. ഈ ഗ്രീക്ക് വൈദ്യത്തിൻ്റെ ഒരു വിഖ്യാത വൈദ്യനാണ്, അല്ലെങ്കിൽ ചികിത്സകനാണ് നമുക്കറിയാവുന്ന ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്, അദ്ദേഹം രോഗകാരണങ്ങളെയും ചികിത്സയെയും മതവിശ്വാസത്തിൽ നിന്നും ദൈവവിശ്വാസത്തിൽ നിന്നും വേർപ്പെടുത്തി അത് മറ്റു കാരണങ്ങൾ കൊണ്ടാണ്, ഭൗതികമായ കാരണങ്ങൾ കൊണ്ടാണ് എന്ന ഒരു സങ്കല്പനത്തിലേക്ക്, ഒരു യുക്തിപരമായ സങ്കല്പനത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് നീങ്ങി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് ആധുനിക വൈദ്യലോകമായ അല്ലെങ്കിൽ ആധുനിക ലോകം അംഗീകരിക്കുന്നത്. ഈ ഗ്രീക്ക് മെഡിസിനും വളരെ സമാനമായി നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ചികിത്സയായ ആര്യവൈദ്യത്തിന് സമാനമായ
അടിസ്ഥാന തത്വങ്ങളാണ് ഗ്രീക്ക് വൈദ്യം മുന്നോട്ട് വയ്ക്കുന്നത്. ഹ്യൂമറിസം, അതായത് നമ്മുടെ ത്രിദോഷ സിദ്ധാന്തത്തിന് സമാനമായിട്ടുള്ള സങ്കല്പനമാണത്. 4 ത്രിദോഷത്തിൽ, നമ്മൾ ആയുർവേദത്തിൽ 3 ദോഷങ്ങളാണെങ്കിൽ അഥവാ 3 ഹ്യൂമറുകളാണെങ്കിൽ ഗ്രീക്ക് വൈദ്യം 4 ഹ്യൂമറുകളാണ് മുന്നോട്ട് വച്ചിരുന്നത്. രക്തം, കഫം, മഞ്ഞപിത്തം, കറുപ്പ് പിത്തം. ഈ 4 ദ്രവങ്ങളുടെയും ബാലൻസിലുണ്ടാവുന്ന തകരാറാണ് സർവ രോഗങ്ങൾക്കും കാരണമെന്നും ഈ ദ്രവങ്ങളെ, ഈ ശരീരദ്രവങ്ങളെ സന്തുലന അവസ്ഥയിലാക്കിയാൽ നമുക്ക് രോഗം ചികിത്സിച്ച് രോഗം ഭേദമാക്കാമെന്നും അവർ സിദ്ധാന്തിച്ചു. അങ്ങനെ ഇതിലെ മറ്റൊരു പ്രമുഖ വൈദ്യൻ ഗാലൻ ഓഫ് പെർഗമോണാണ്. അദ്ദേഹം ഗ്രീക്ക് വൈദ്യത്തിൻ്റെ രോഗകാരണങ്ങളെക്കുറിച്ചും ലക്ഷണങ്ങളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും 500ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഈ ചിന്താഗതി, ഗ്രീക്ക് വൈദ്യത്തിൻ്റെ ആ തത്വചിന്തകൾ, പ്രാചീന വിശ്വാസങ്ങൾ ആധുനിക പാശ്ചാത്യ ലോകത്തെ 19-ാം നൂറ്റാണ്ട് വരെ സ്വാധീനിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ആ 19-ാം നൂറ്റാണ്ട് വരെ പാശ്ചാത്യ വൈദ്യം എന്നത് ഗ്രീക്ക് വൈദ്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗാലൻ ഓഫ് പെർഗമോണെ വൈദ്യശാസ്ത്രത്തിലെ ഏകാധിപതി, മെഡിക്കൽ ഡിക്റ്റേറ്റർ എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് അറബികൾ ഗ്രീക്ക് വൈദ്യം പഠിച്ച് അറേബ്യൻ കച്ചവടക്കാരെല്ലാം ഇന്ത്യയിൽ വന്നപ്പോൾ അവർ ഗ്രീക്ക് വൈദ്യം പഠിച്ച് ഇന്ത്യയിൽ വ്യാപിപ്പിച്ചതാണ് യൂനാനി എന്ന ചികിത്സാരീതി. ഗ്രീക്ക് വൈദ്യവും ആയുർവേദവും അതുപോലുള്ള ചില അറേബ്യൻ ചികിത്സകളും എല്ലാം കൂടി ചേർന്ന ഒരു ചികിത്സാ രീതിയാണ് യൂനാനി. അടിസ്ഥാനപരമായി ഗ്രീക്ക് വൈദ്യമായി യാതൊരു വ്യത്യാസവുമില്ല. എന്നാൽ ഇവിടെയുണ്ടായിരുന്ന മുസ്ലിം ഭരണാധികാരികൾ യൂനാനിയെ മതപരമായ കാരണങ്ങളാൽ അതിന് പ്രാമുഖ്യം കൊടുക്കുകയും അതിനെ വ്യാപിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ ഇന്ന് ഏറെ ആഘോഷിക്കുന്ന, മാറിയ രാഷ്ട്രീയ സാംസ്കാരിക സാഹചര്യത്തിൽ ഏറെ ആഘോഷിക്കുന്ന ചികിത്സാ രീതിയാണ് ഭാരതീയ പാരമ്പര്യ ചികിത്സ അഥവാ ആയുർവേദം അഥവാ ആര്യവൈദ്യം. 1200 മുതൽ 300 BC വരെയുള്ള കാലഘട്ടത്തിലാണ് ഇതിൻ്റെ പിറവി. ആയുർവേദത്തിൻ്റെ യഥാർത്ഥ വേരുകൾ വേദങ്ങളിലാണ്. അതായത് പ്രധാനമായി യജുർവേദത്തിലാണ്. യജുർവേദം രോഗചികിത്സകൾക്കും ചൂതാട്ട വിജയത്തിനും കച്ചവട വിജയത്തിനും സ്ത്രീകളെ ആകർഷിക്കുന്നതിനുമെല്ലാമുള്ള മന്ത്രതന്ത്ര വിധികളും മന്ത്രോച്ചാരണങ്ങളും അതുപോലെ ചികിത്സയുടെ ഭാഗമായി ചില പച്ചിലകളും ചെടികളുടെ ഭാഗങ്ങളെല്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ 600 BC ചരകനും സുശ്രുതനും വാഗ്ഭടനും ഈ ആയുർവേദത്തിൻ്റെ ചികിത്സാരീതികളെ ക്രോഡീകരിച്ച് ആയുർവേദത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായ ചരക സംഹിതയ്ക്കും സുശ്രുത സംഹിതയ്ക്കും വാഗ്ഭടൻ ഏകോപിപ്പിച്ച അഷ്ടാംഗ ഹൃദയത്തിനും രൂപം കൊടുക്കുകയുണ്ടായി. വാഗ്ഭടൻ യഥാർത്ഥത്തിൽ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു ബുദ്ധ ഭിക്ഷുവായിരുന്നു. അങ്ങനെ ബുദ്ധമതത്തിൻ്റെയും ഹിന്ദുമതത്തിൻ്റെയും സ്വാധീനം ഒരുപോലെ ചേർന്നിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ഭാരതീയ പാരമ്പര്യ ചികിത്സയായിട്ടുള്ള ആര്യവൈദ്യം. അതിൻ്റെ അടിസ്ഥാനം ത്രിദോഷ സിദ്ധാന്തമാണ്. വാദം, പിത്തം, കഫം തുടങ്ങിയവ തമ്മിലുള്ള അസന്തുലനമാണ് രോഗകാരണമെന്നും അതിനെ സന്തുലനമാക്കിയാൽ രോഗം ഭേദപ്പെടുമെന്നാണ് അതിൻ്റെ അടിസ്ഥാന തത്വം. സർവേഷ മേവ രോഗാണാം നിദാനം കുപിതാമല, സർവ്വരോഗങ്ങൾക്കും കാരണം ത്രിദോഷകോപമാണ് എന്നാണ് അതിൻ്റെ അടിസ്ഥാനം. ബാക്കി ഒരു കാരണമില്ല. വളരെ സിമ്പിളാണ് ആയുർവേദത്തിൽ രോഗകാരണങ്ങൾ. അതിൻ്റെ ചികിത്സയും വളരെ സിമ്പിളാണ്. എന്നാൽ ആയുർവേദം യഥാർത്ഥത്തിൽ ആര്യന്മാരുടെ ചികിത്സയാണ്, ദേവന്മാരുടെ ചികിത്സയാണ്. ദേവേന്ദ്രൻ ആത്രയാദികളെ പഠിപ്പിച്ച ദൈവീക ചികിത്സയാണ്. അത് സവർണൻ്റെ ചികിത്സയാണ്. എന്നാൽ ദക്ഷിണേന്ത്യയിൽ അവിടെ ദ്രാവിഡ സംസ്കാരമാണ്. അപ്പോൾ ദ്രാവിഡൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് വളർന്നു വന്ന ചികിത്സാ രീതിയാണ് സിദ്ധവൈദ്യം എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ അതിൻ്റെ സങ്കല്പനം, അടിസ്ഥാന സങ്കല്പനങ്ങൾ ആയുർവേദത്തിന് സമാനമാണ്. പഞ്ചഭൂത പ്രപഞ്ച സങ്കല്പവും ത്രിദോഷ രോഗസങ്കല്പനം തന്നെയാണ് സിദ്ധവൈദ്യത്തിൻ്റെയും അടിസ്ഥാനം. അതിൽ സിദ്ധവൈദ്യത്തിൽ കൂടുതൽ ഹെർബുകളും മിനറലുകളും ഹെവി മെറ്റൽസും കൂടുതലുണ്ട് എന്നൊരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മാത്രമല്ല ചികിത്സയ്ക്കും
രോഗ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനും യോഗ പോലുള്ള അനുഷ്ഠാനങ്ങളും കൂടെ സിദ്ധവൈദ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മറ്റൊരു പ്രാചീന ചികിത്സാ രീതിയാണ് ഇസ്ലാമിക് മെഡിസിൻ എന്ന് പറയുന്നത്. ഉമ്മർ ഖലീഫയുടെ കാലഘട്ടത്തിലാണ് അറേബ്യയിൽ ഇസ്ലാമിക് ചികിത്സ വളർന്നു വന്നിരിക്കുന്നത്. ഇന്ത്യ, പേർഷ്യൻ, ഗ്രീക്ക്, റോമൻ, ബൈസാൻഡിയൻ മെഡിസിൻസിൻ്റെ എല്ലാം സങ്കലനമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. അതിലെ പ്രധാന ചികിത്സകൻ അവിസന്നയാണ്. അദ്ദേഹം 40 പുസ്തകങ്ങൾ രചിക്കുകയുണ്ടായി. പിന്നീട് അൽറാസി അതിൽ കുറേ യുക്തിപരമായ പുരോഗമനം കൊണ്ടുവന്നു. അദ്ദേഹം ഹ്യൂമറിസത്തെ അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. എങ്കിലും ഈ ചികിത്സാ രീതികളെല്ലാം വൈദ്യന്മാർ ആയിരുന്നത് പുരോഹിതരാണ്, മതപുരോഹിതർ തന്നെയാണ്, അല്ലെങ്കിൽ മന്ത്രവാദികളായിരുന്നു. ഹോമിയോപ്പതി അതിന് ശേഷമുണ്ടായിട്ടുള്ള 18-ാം നൂറ്റാണ്ടിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 1796 സാമുവൽ ഹാനിമാൻ എന്നൊരു പാശ്ചാത്യ വൈദ്യൻ, അതായത് പഴയ പ്രാചീന ഗ്രീക്ക് വൈദ്യൻ, അദ്ദേഹത്തിന് തോന്നിയ ഒരു വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവിയെടുത്ത ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. അദ്ദേഹം ഓർഗനൻ ഓഫ് മെഡിസിൻ എന്ന പാശ്ചാത്യ ചികിത്സാ പുസ്തകത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ, തർജ്ജമ ചെയ്യുമ്പോൾ അതിൽ മലമ്പനിക്ക് സിങ്കോണ എന്ന മരുന്ന് അന്ന് ഉപയോഗിച്ചിരുന്നു. അതിൽ നിന്നാണ് ക്വിനിൻ എന്ന ആധുനിക മലമ്പനി മരുന്ന് ഉണ്ടാക്കുന്നത്. അത് ഉപയോഗിച്ചിരുന്നു. അദ്ദേഹം ഈ മരുന്നുകളെ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടും അതിൻ്റെ സ്വഭാവവിശേഷങ്ങളെക്കുറിച്ചും എല്ലാം തർജ്ജമ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് സിങ്കോണ വായിലിടുകയും അപ്പോൾ അതിൻ്റെ പാർശ്വഫലങ്ങളായിട്ട് അദ്ദേഹത്തിന് വിറയലും അതുപോലെ പനി പോലുള്ള അവസ്ഥകളുമെല്ലാം ഉണ്ടാവുകയും ചെയ്തു. അതിൽ നിന്നും അദ്ദേഹത്തിന് തോന്നിയ ഒരു വെളിപാടാണ്, ഒരു രോഗത്തിൻ്റെ ചികിത്സയായിട്ടുള്ള പദാർത്ഥം രോഗമില്ലാത്ത അഥവാ ആരോഗ്യമുള്ള ഒരു വ്യക്തി സേവിക്കുകയാണെങ്കിൽ ആ രോഗത്തിൻ്റെ ലക്ഷണം കാണിക്കുന്നു എങ്കിൽ ആ രോഗത്തിൻ്റെ ചികിത്സ ആ പദാർത്ഥമാണ്. അതിൽ നിന്നാണ് സിമിലിബസ് ക്യൂറൻഡർ അഥവാ ലൈക്ക് ക്യൂവേഴ്സ് ലൈക്ക്, സമാനത്തിന് ചികിത്സ എന്ന സിദ്ധാന്തം അദ്ദേഹം വന്നത്. അപ്പോൾ പല രോഗങ്ങളും ഇതുപോലുള്ള പല വിഷപദാർത്ഥങ്ങളും ആവർത്തിച്ച് കഴിച്ചപ്പോൾ അതിൻ്റെ പാർശ്വഫലങ്ങൾ അദ്ദേഹത്തിൽ ഫീൽ ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് അദ്ദേഹം ഡൈല്യൂഷൻ ഇൻക്രീസസ് പൊട്ടൻസി എന്ന മറ്റൊരു തത്വം. ഇത് രണ്ടുമാണ് ഹോമിയോപ്പതിയുടെ അടിസ്ഥാന തത്വം. ആ ഡൈല്യൂഷൻ, ഇതിൻ്റെ പലതരം ആവർത്തനങ്ങൾ നടത്തി ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വാട്ടർ മെമ്മറി, മോളിക്കുലർ മിമിക്രി എന്ന പ്രഭാവങ്ങളെല്ലാം അദ്ദേഹം ഭാവന ചെയ്ത് ഇതുകൊണ്ട് ആ രോഗം ഭേദമാവും, എത്ര നേർപ്പിക്കുന്നുവോ അത്രയേറെ ഇതിൻ്റെ ശക്തി കൂടും എന്നൊരു സിദ്ധാന്തം അദ്ദേഹം മുന്നോട്ട് വെച്ചു. അത് നമ്മുടെ സാമാന്യ ബുദ്ധിക്കോ ഇന്നുള്ള രസതന്ത്രത്തിനോ മറ്റെല്ലാ ശാസ്ത്രബോധത്തിനും നിരക്കാത്ത തനിമണ്ടത്തരമാണെന്ന് പറയാൻ നമുക്ക് സാമാന്യ ബുദ്ധി മാത്രം മതി. ഇതാണ് ഹോമിയോപ്പതിയുടെ അടിസ്ഥാനം. അദ്ദേഹം ഹോമിയോപ്പതി അല്ലാത്ത പ്രാചീന ഗ്രീക്ക് വൈദ്യത്തിനും പ്രാചീന പാശ്ചാത്യ വൈദ്യത്തിനും അദ്ദേഹം ഇട്ട പേരാണ് അലോപ്പതി എന്നത്. അത് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ തലയിൽ കെട്ടിവയ്ക്കുന്നത് ഒരു തെറ്റാണ്. കാരണം അലോപ്പതി എന്ന് പറഞ്ഞാൽ അതേഴ്സ് സഫറിങ്സ് എന്നാണ്. അദ്ദേഹം കാരണം പാശ്ചാത്യ ഗ്രീക്ക് വൈദ്യം ഉപയോഗിച്ചപ്പോൾ പല രോഗികളും ചത്തൊടുങ്ങുന്നതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. കാരണം രക്തമോക്ഷമാണ് ആയുർവേദത്തിലെ ചികിത്സ പോലെ തന്നെ രക്തം കളയുകയാണ് പല രോഗങ്ങൾക്കും ചികിത്സയായിട്ട് പ്രാചീന ഗ്രീക്ക് വൈദ്യം മുന്നോട്ട് വെച്ചിരുന്നത്. നമ്മുടെ അമേരിക്കൻ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്ന ജോർജ് വാഷിങ്ടനെ ഈ ഗ്രീക്ക് വൈദ്യം മൂലം, രക്തമോക്ഷം മൂലമാണ് അദ്ദേഹത്തെ കൊന്നൊടുക്കിയിട്ടുള്ളത്. പ്രകൃതി ചികിത്സ, നാച്ചുറോപ്പതി സ്വയം സുഖപ്പെടുത്തലിനെ സഹായിക്കുന്ന ചികിത്സാ രീതിയാണ് എന്നാണ് അവകാശപ്പെടുന്നത്. അടിസ്ഥാനം ഇതിൻ്റെ വൈറ്റലിസമാണ്. ഫോക്ക് മെഡിസിനും മോഡേൺ മെഡിസിനും സർജറിയും വാക്സിൻ വിരുദ്ധതയും അതുപോലൊപ്പമുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങളുമാണ് പ്രകൃതി ചികിത്സയുടെ അടിസ്ഥാനം. അതിന് അക്രഡിറ്റേഷൻ ഇല്ല, സയൻറ്റിഫിക് ടെസ്റ്റിംഗ് ഇല്ല. അതിൻ്റെ വേരുകൾ 19-ാം നൂറ്റാണ്ടിലെ യൂറോപ്പിലെ നാച്ചുറൽ കെയർ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ്. നാച്ചുറോപ്പതി എന്ന വാക്ക് ജോൺ ഷീൽ എന്ന ഒരു വ്യക്തിയാണ് അത് കോയിൻ ചെയ്തത്. ആ പേര് ബെനഡിക്ട് ലെസ്റ്റ് എന്ന ഒരു അമേരിക്കൻ ചികിത്സകൻ ആ പേരിനെ വിലയ്ക്ക് വാങ്ങുകയും അദ്ദേഹം ഹൈഡ്രോതെറാപ്പി, സെബാസ്റ്റ്യൻ നീപ്പ് എന്ന ഒരു പാതിരിയുടെ ഹൈഡ്രോതെറാപ്പിയുടെ സ്റ്റുഡൻ്റായിരുന്നു. ഇദ്ദേഹമാണ് അമേരിക്കയിൽ നാച്ചുറോപ്പതിക്ക് അതിനുള്ള പ്രചരണം നൽകിയിട്ടുള്ളത്. ഇത് പലപ്പോഴും എല്ലാ കപട ചികിത്സകളെയും ഒരു അംബ്രല ഓർഗനൈസേഷനാണ്, അല്ലെങ്കിൽ
ഒരേ കുടക്കീഴിൽ എല്ലാ കപടശാസ്ത്രങ്ങളെയും ഒന്നിച്ചു കൊണ്ടുവരുന്ന ചികിത്സാ രീതിയായിട്ടാണ് പല രേഖകളിലും നാച്ചുറോപ്പതിയെ പിന്നെ അവർ രേഖപ്പെടുത്തുന്നത്. യോഗ പോലുള്ള നല്ല ശീലങ്ങൾ ചെയ്യണം, ജലചികിത്സ, സൂര്യചികിത്സ, മണ്ണ് ചികിത്സ, ആവി ചികിത്സ, ഉപവാസം, വ്യായാമം, മെഡിറ്റേഷൻ, ഇതെല്ലാമാണ് ചികിത്സാ രീതികളായിട്ടുള്ളത്. അതുപോലെ പഞ്ചബോധ ഉപാസനയാണ് പ്രകൃതി ചികിത്സയുടെ മറ്റൊരു പ്രധാന ചികിത്സാ രീതിയായിട്ട് പറയുന്നത്. മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന ഒരു ബയോ എനർജി, ആ എനർജിയുടെ തകരാറ് കൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. എവിടെ എപ്പോഴെല്ലാം ആരോഗ്യകരമായ സംവാദങ്ങൾ സാധ്യമാകുമോ അത് കഴിയുന്നതും നടക്കേണ്ടതുണ്ട്. സത്യം കണ്ടെത്തുക, കൂടുതൽ ശരികളിലേക്ക് വരിക എന്നതാണ് ഈ സംവാദം കൊണ്ട് നടക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കരിയറിന് വേണ്ടി പ്രകൃതി ചികിത്സയിലേക്ക് എത്തിയ ഒരാളല്ല. ഗാന്ധിമാർഗ പ്രവർത്തനങ്ങളിലൂടെ 1980 മുന്നോട്ട് വരുമ്പോൾ ഞാനും പ്രകൃതി ചികിത്സയിൽ വിശ്വസിച്ചിരുന്നില്ല. ആധുനിക ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചു കഴിഞ്ഞിട്ട് ഈ മണ്ണുപൊത്തലൊക്കെ ആയിട്ട് നടക്കുന്ന അപരിഷ്കൃതമാണ് എന്ന് തന്നെ കരുതിയിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ നിരന്തരമായ പഠനങ്ങളിൽ, നിരീക്ഷണങ്ങളിൽ തെളിഞ്ഞ ചില കാര്യങ്ങൾ അതാണ് എന്നെ പ്രകൃതി ചികിത്സ പ്രചരിപ്പിക്കുന്നതിലേക്ക് എത്തിച്ചത്. ഞാനിവിടെ അവതരിപ്പിക്കുന്ന കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ തെറ്റുകളുണ്ട് എന്ന് നിങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ അവതാരകനായ ഡോക്ടർ മോഹനൻ അദ്ദേഹമോ എന്നെ ബോധ്യപ്പെടുത്തി തരുമെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയും. എനിക്ക് സന്തോഷമുണ്ടാകും. കാരണം കൂടുതൽ തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് അതെന്നെ തടയും, എന്നെ രക്ഷിക്കും എന്നെനിക്കറിയാം. എനിക്ക് പ്രകൃതി ചികിത്സയെക്കുറിച്ച് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. മറ്റ് ചികിത്സകളെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. എന്ന് മാത്രമല്ല, മറ്റ് ചികിത്സകളെയും ഞാൻ എതിർക്കുന്ന ഒരാളാണ്. കച്ചവട മനോഭാവത്തെ, കുത്തകയെ എതിർക്കുന്നത് കൊണ്ട് എൻ്റെ എതിർപ്പ് കൂടുതലായി അലോപ്പതിയുടെ നേരെ വരുന്നു. അലോപ്പതി എന്ന പദം ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയിൽ ഈ ചികിത്സയ്ക്ക് ഔദ്യോഗികമായി തന്നെ ഉപയോഗിക്കുന്ന പേര് കൂടിയാണ്. എല്ലാ മാസവും 1-ാം തീയതി തുടങ്ങി 14-ാം തീയതി വരെ കേരളത്തിലെ ഓരോ ജില്ലയിലും സഞ്ചരിച്ച് ക്ലാസ്സുകളെടുത്ത് ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിരന്തരമായി ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് പുതിയ ചോദ്യങ്ങൾ എപ്പോഴും എനിക്കിഷ്ടമാണ്. ഒരു കാര്യം മാത്രം ഞാൻ വായിക്കുന്നതിന് മുമ്പ് പറയാം. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പ്രകൃതി ചികിത്സയിൽ മെഡിക്കൽ സയൻസിനെതിരായ ഒന്നുമില്ല. ശാസ്ത്രത്തിനെതിരായ എന്തെങ്കിലും ഞാൻ പറയുകയോ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ ഞാൻ ഈ പ്രതിപാദിക്കുന്ന കാര്യങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടിടാൻ അത് സമ്മതിക്കരുത്. മാത്രമല്ല, ശരിയേത് തെറ്റേതെന്നുള്ളത് മുൻവിധിയില്ലാതെ തീരുമാനത്തിലെത്തുകയും വേണം. അല്പമെങ്കിലും പരീക്ഷിച്ചു നോക്കാതെ വെറും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളൊരു തീരുമാനത്തിലെത്തരുത്. അത് ശാസ്ത്രീയമായ രീതിയല്ല. നിരന്തരമായി പരീക്ഷിക്കുക, പരിശോധിക്കുക, പഠിക്കുക, വീണ്ടും വീണ്ടും ആവർത്തിച്ച് പരീക്ഷിക്കുക. അതിൽ കൃത്യമായി വീണ്ടും വീണ്ടും വിജയം കിട്ടുകയാണെങ്കിലാണ് ശാസ്ത്രത്തിൻ്റെ ഒരു മെത്തഡോളജി. അതാണ്. അലോപ്പതി മരുന്നുകൾക്ക് നിരോധനത്തെക്കുറിച്ച് പറഞ്ഞു. അത് നിരോധിക്കുക അല്ലെങ്കിൽ മാറ്റുക അതെല്ലാം ആവശ്യമായിട്ട് വരും. അതിനെക്കുറിച്ച് ഞാനിത് പറയുന്നുണ്ട്, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. മനുഷ്യ ശരീരത്തിൻ്റെ രോഗങ്ങൾക്കുള്ള പരിഹാരം ശരീരം തന്നെയാണ് ചെയ്യേണ്ടതെന്ന് പ്രകൃതി ചികിത്സ വിശ്വസിക്കുന്നു. സ്വയം ജനിച്ച് സ്വയം വളർന്ന് സ്വയം കേടുകൾ തീർത്ത് സ്വയം മരിക്കുന്ന ഓട്ടോമാറ്റിക് സംവിധാനമാണ് മനുഷ്യ ശരീരം. രോഗം ഉണ്ടാക്കുന്നതും രോഗം മാറ്റുന്നതും ശരീരം തന്നെയാണ് എന്നതാണ് സിദ്ധാന്തം. രോഗം ശത്രുവല്ല, മിത്രമാണെന്നും പ്രകൃതി ചികിത്സ ഉദ്ഘോഷിക്കുന്നു. രോഗം ഒന്നേ ഒന്ന് മാത്രമാണുള്ളത്, അതുകൊണ്ട് തന്നെ ചികിത്സയും ഒന്നേ ഉള്ളൂ എന്നും അത് പ്രഖ്യാപിക്കുന്നു. അതാകട്ടെ ശരീരം സ്വയം ചെയ്യുന്നതുമാണ് എന്നും പ്രകൃതി ചികിത്സ പഠിപ്പിക്കുമ്പോൾ ഒരു പ്രകൃതി ചികിത്സകൻ രോഗിയിൽ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ രോഗിയിൽ എന്താണ് പ്രകൃതി ചികിത്സകന് ചെയ്യാനുള്ളത്, മാർഗനിർദ്ദേശം നൽകുക എന്നത് മാത്രമല്ലാതെ രോഗം മാറ്റിക്കൊടുക്കുന്ന മാജിക്കൽ റെമഡികൾ പ്രകൃതി ചികിത്സകൻ ഏറ്റെടുക്കുന്നില്ല. ആ മാജിക്കൽ റെമഡി എന്നുള്ളത് രോഗകാരണം നോക്കാതെ രോഗത്തിനൊരു പരിഹാരം ഇട്ടുകൊടുക്കുന്ന ഏത് ചികിത്സയിലെ ഏത് സാധനവും
ഔഷധം എന്ന് പറയുന്നത്, മരുന്ന് എന്ന് പറയുന്നത് മാജിക്കൽ റെമഡിയാണ് എന്നാണ് പ്രകൃതി ചികിത്സകർ പറയുന്നത്. തലവേദനയുടെ കാരണം നോക്കാതെ ഒരു ബാമ്പ് പുരട്ടിയാൽ മാറും, പച്ചമരുന്ന് പുരട്ടിയാൽ മാറും, ഒരു ഗുളിക കഴിച്ചാൽ മാറും എന്ന് പറഞ്ഞ് അത് മാറ്റിക്കൊടുക്കുന്നത് ചതിയാണ്, വഞ്ചനയാണ്, മെഡിക്കൽ ക്രൈമാണ്. അത് ശാസ്ത്രീയമല്ല, അശാസ്ത്രീയമാണ്. രോഗത്തിൻ്റെ കാരണം മാറ്റുന്നതാണ് യഥാർത്ഥത്തിലുള്ള പരിഹാരം. മറ്റെല്ലാം മാജിക്കൽ റെമഡികളാണ്. ഓം ക്രീം കുട്ടിച്ചാത്ത എന്ന് പറഞ്ഞ് മന്ത്രവാദി ചെയ്യുന്നതും കെമിക്കൽ ഇട്ട് കൊടുത്ത് രോഗം മാറ്റി എന്ന് പറയുന്നതൊക്കെ മാജിക്കൽ റെമഡികൾ മാത്രമാണ്. തികച്ചും വ്യത്യസ്തമായ ഈ സമീപനം പ്രകൃതി ചികിത്സയെ അലോപ്പതിയിൽ നിന്ന് മാത്രമല്ല ഇതര ചികിത്സകളിൽ നിന്നുമെല്ലാം വ്യത്യസ്തമാക്കുന്നുണ്ട്. ആരോഗ്യത്തെ അഭിവൃദ്ധിപ്പെടുത്താനും രോഗകാരണങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനുമല്ലാതെ പലവിധ കാരണങ്ങൾ മൂലം ഉണ്ടായിട്ടുള്ള രോഗത്തെ മരുന്ന് നൽകി മാറ്റിക്കൊടുക്കാൻ അലോപ്പതിക്കും മറ്റു ചികിത്സാ പ്രയോഗങ്ങൾക്കും കഴിയില്ല. രോഗത്തെ ചികിത്സിക്കുന്ന എല്ലാ ചികിത്സകളും അശാസ്ത്രീയ ചികിത്സകളാണ്. താൽക്കാലികമായ സുഖം തോന്നൽ നൽകുമെങ്കിലും കാരണങ്ങൾ മാറ്റുന്നതിന് പകരം ലക്ഷണങ്ങളെ അടിച്ചമർത്തുന്നത് വഴി കൂടുതൽ ഗുരുതരമായ ആരോഗ്യ തകരാറുകളിലേക്കാണ് അത്തരം ചികിത്സകൾ രോഗികളെ തള്ളിയിടുന്നത്. ഏത് രോഗത്തെയും അനാരോഗ്യമായി കാണുന്നതാണ് പ്രകൃതി ചികിത്സയുടെ വീക്ഷണം. ആരോഗ്യവും അനാരോഗ്യവും ഈ രണ്ട് അവസ്ഥകളല്ലാതെ രോഗമെന്ന മൂന്നാമത്തെ അവസ്ഥയെ പ്രകൃതി ചികിത്സ തള്ളിക്കളയുന്നു. അങ്ങനെയൊന്നുമില്ല, അത് നിഴല് മാത്രമാണ്. അനാരോഗ്യം എന്നതിൻ്റെ പ്രതിഫലനം മാത്രമാണ് രോഗമെന്ന പേരിൽ ഇതര ചികിത്സകളാൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. അനാരോഗ്യത്തിലേക്ക് വീഴാതെ ആരോഗ്യം നിലനിർത്തുന്നതിന് ശരീരം നടത്തുന്ന പരിശ്രമങ്ങളെ മരുന്നുകൾ കൊണ്ടും രോഗകാരണങ്ങൾ തുടരുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടും തടയുമ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. രോഗങ്ങൾക്ക് വീണ്ടും മരുന്നുകളും രോഗകാരണ തുടർച്ചകളും ഉണ്ടാകുന്നതോടെയാണ് ഓട്ടോ ഇമ്മ്യൂൺ തകരാറുകളും അവയവനാശവും ക്യാൻസറുമെല്ലാം ഉണ്ടാകുന്നത്. രോഗവുമായുള്ള യുദ്ധം എന്ന് തന്നെ പേരിട്ട് വിളിച്ച് നടത്തുന്ന ചികിത്സാ ആക്രമണങ്ങൾ പലതും യുദ്ധങ്ങളിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ കൊണ്ട് തന്നെ നടത്തുന്നവയാണ്. വിഷവാതകങ്ങളുടെയും വിഷദ്രാവകങ്ങളുടെയും അണുക്കളെ കൊല്ലാനുള്ള അണുബോംബുകളുടെയും, അതായത് ആൻറ്റിബയോട്ടിക്, റേഡിയേഷൻ്റെയും ഒക്കെ പ്രയോഗങ്ങൾ യുദ്ധങ്ങളിൽ നിന്നും സ്വീകരിക്കപ്പെട്ടവ തന്നെയാണ്. റോക്കറ്റ് എൻജിൻ ഓയിൽ ഉപയോഗിച്ച് സൈക്കാട്രിക് മരുന്നുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. 1948 എലിയെ കൊല്ലാൻ വേണ്ടി കണ്ടുപിടിക്കപ്പെട്ട എലിവിഷമായ വാർഫാരിൻ പിന്നീട് രക്തം നേർപ്പിക്കാനുള്ള ദിവ്യൌഷധമായി പ്രയോഗിക്കപ്പെടുന്നതും ഇപ്പോൾ രണ്ടു വിധത്തിലും എലിവിഷമായിട്ടും മരുന്നായിട്ടും ഉപയോഗിക്കപ്പെടുന്നതും ഞെട്ടിപ്പിക്കുന്ന നിരവധി ഉദാഹരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. മനുഷ്യ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്നതായി പറയപ്പെടുന്ന എല്ലാ രോഗങ്ങളുടെയും കാരണം അനാരോഗ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ രോഗമാണ് ഒരൊറ്റ മനുഷ്യ ശരീരത്തിനുണ്ടാകുന്നത്, അതാണ് അനാരോഗ്യം. അനാരോഗ്യമെന്ന ഏകരോഗത്തിന് കാരണം രണ്ടാണ്: വിഷസാന്നിധ്യവും പോഷകമില്ലായ്മയും, ടോക്സിസിറ്റി ആൻഡ് ഡെഫിഷ്യൻസി. ഇത് രണ്ടും പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അനാരോഗ്യം മാറുകയും ആരോഗ്യം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നത് സ്വാഭാവികം മാത്രമാണ്. ശരീരം ആന്തരികമായി നടത്തുന്ന സ്വാഭാവികമായ ഈ ചികിത്സയാണ് പ്രകൃതി ചികിത്സ എന്ന പദത്തിലുള്ള ചികിത്സ. ഓട്ടോഫാജി എന്ന കോശ സിദ്ധാന്തത്തിന്, ഇത് ചുവട് നിൽക്കുന്ന സിദ്ധാന്തത്തിന് നൊബേൽ സമ്മാനം കിട്ടി എന്നുള്ളത് ഓർക്കുക. ജാപ്പനീസ് റിസർച്ചർ ഒസുമിക്ക്. ആരോഗ്യത്തിൻ്റെ 5 അടിത്തറകൾ: വായു, വെള്ളം, ഭൂമി, അഗ്നി, ആകാശം എന്നീ ഘടകങ്ങളാണ് മനുഷ്യ ശരീരത്തിൻ്റെ നിർമ്മാണത്തിനും ആരോഗ്യകരമായ പരിപാലനത്തിനും ആവശ്യമായിട്ടുള്ളത്. ശരീരനിർമ്മിതിയുടെ അസംസ്കൃത വസ്തുക്കളായ ഇവയുടെ ഗുണമേന്മയാണ് ശരീരമെന്ന ഉൽപ്പന്നത്തിൻ്റെ, ശരീരം ഒരു പ്രോഡക്റ്റാണ്, അതിന് റോ മെറ്റീരിയൽസ് വേണം. ഈ ഉൽപ്പന്നത്തിൻ്റെ ഗുണമേന്മ അല്ലെങ്കിൽ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്നത് റോ മെറ്റീരിയലിൻ്റെ ഗുണമേന്മയാണ്. പ്രധാന പങ്ക് വഹിക്കുന്നത് ബീജ അണ്ഡ ആരോഗ്യവും ജീനുകളുടെ ആരോഗ്യവുമെല്ലാം അവയ്ക്ക് ആധാരമായ പ്രകൃതി മൂലകങ്ങളുടെ ഗുണമേന്മയുമായി തന്നെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അന്തരീക്ഷവായു മോശമായാൽ അടുത്ത തലമുറകൾ ജനിക്കുന്നത് തുടങ്ങി തന്നെ മോശമാകും, ഗർഭത്തിൽ തന്നെ മോശം സംഭവിക്കുമെന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രോഗങ്ങളെ കോശങ്ങളിൽ കാണണം, സെല്ലുലാർ ബേസിൽ കാണണം.
അനാരോഗ്യത്തിൻ്റെ ലക്ഷണങ്ങളായി കാണപ്പെടുന്ന രോഗങ്ങളെ കോശങ്ങളുടെ പ്രവർത്തന വൈകല്യമായി കാണേണ്ടതും പരിഹരിക്കേണ്ടതുമുണ്ട്. കണ്ണിൽ കാണാനാവാത്ത ബീജകോശവും അണ്ഡകോശവുമാണ് 37.2 ട്രില്യനായി പെരുകിയുണ്ടാകുന്ന മനുഷ്യ ശരീരത്തിൻ്റെ ആദ്യ കിരണങ്ങൾ, ആദ്യ ചുവടുകൾ. 39 ട്രില്യൺ ബാക്ടീരിയകളാണ് 37.2 ട്രില്യൺ കോശങ്ങൾ ചേർന്ന മനുഷ്യ ശരീരത്തെ ആരോഗ്യകരമായി പ്രവർത്തിക്കുന്നത്. ഇത്രയും കാലം അണുക്കളാണ് രോഗം ഉണ്ടാക്കുന്നത്, അവയെ കൊല്ലണം, ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ അപകടമാണ്, ഉപയോഗിക്കരുത്. പ്രത്യേകിച്ച് ബ്രിട്ടനിലെ ചികിത്സയും നമ്മുടെ നാട്ടിലെ ചികിത്സയും തമ്മിൽ വ്യത്യസ്തമായിരിക്കുന്നതിൽ ഒന്നതാണ്. മാറിക്കഴിഞ്ഞു, പഴയ അതൊക്കെ ചവറ്റുകൊട്ടയിൽ ഇട്ട് കഴിഞ്ഞു. പക്ഷെ അത് കഴിച്ച ആളുകളെയും കൂടെ ചവറ്റുകൊട്ടയിൽ ഇടാൻ പറ്റില്ലല്ലോ, തെറ്റ് തിരുത്തും. പക്ഷെ ഈ കഴിച്ച് ദുരിതം സംഭവിച്ച മനുഷ്യനെയും പക്ഷിമൃഗാദികളെയും പ്രകൃതികളെയും എങ്ങനെ തിരുത്തും എന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് മൊബൈൽ ഫോണിൽ നിങ്ങൾ പരിഷ്കാരങ്ങളായിക്കോളൂ, പക്ഷെ മനുഷ്യ ശരീരത്തിൽ ചെയ്ത് അതിനെ നശിപ്പിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് തിരുത്താൻ പറ്റില്ല. ബാക്ടീരിയകൾ ശത്രുക്കളാണെന്നും അവയെ കൊല്ലുകയാണ് രോഗം മാറാൻ വേണ്ടതെന്നും പഠിപ്പിച്ച പടിഞ്ഞാറൻ വൈദ്യം, അതിനെ ഞങ്ങൾ അധിനിവേശ വൈദ്യം, കുത്തക വൈദ്യം, മരുന്ന് കമ്പനിയുടെ ഫാർമസ്യൂട്ടിക്കൽ വൈദ്യം എന്നിവിടെ വിളിക്കുന്നത്, അതിൻ്റെ ഞാൻ നിങ്ങളോട് കൂടുതൽ അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴത് തിരുത്തിയിട്ടുണ്ട്. ആൻറ്റിബയോട്ടിക്കുകൾക്ക് പകരം പ്രോബയോട്ടിക്കുകൾ എന്നാണ് അവർ മറ്റൊരു കച്ചവടം തുറന്നിട്ടുള്ളത്. കച്ചവട സാധ്യത തീരെ കുറഞ്ഞ പ്രീബയോട്ടിക്കുകളാണ് യഥാർത്ഥത്തിൽ മനുഷ്യ ശരീരത്തിന് വേണ്ടതെന്നുള്ള സത്യം അവിടെയും മറച്ചു വയ്ക്കുന്നത്. പ്രീബയോട്ടിക്കുകൾ കച്ചവടത്തിന് പ്രയാസമാണ്. പ്രോബയോട്ടിക്കുകൾ മരുന്ന് ഗുളികയാക്കാൻ പറ്റും. പ്ലാസ്റ്റിക്കിൻ്റെ ഷെല്ലിനുള്ളിലും ജലാറ്റിൻ ഷെല്ലിൻ്റെ ഉള്ളിലും കടത്തി വെച്ച് രോഗികൾക്ക് കൊടുക്കാൻ സാധിക്കും. എക്സിപ്പിയൻസ് കൂടെ ചേർത്താൽ മതി. ആ എക്സിപ്പിയൻസിൻ്റെ തകരാറൊക്കെ കൊണ്ട് രോഗി 10 രോഗം കൂടി ഉണ്ടായിട്ട് വീണ്ടും തിരിച്ചു വന്നോളും. 1 സെക്കൻഡിൽ 10 ലക്ഷം കോശങ്ങളാണ് കാലാവധി പൂർത്തിയാക്കി മനുഷ്യ ശരീരത്തിൽ എപ്പോപ്റ്റോസിസ് എന്ന മരണം വരിക്കുന്നത്. 1 സെക്കൻഡിൽ 10 ലക്ഷം കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് മരിച്ചു പോകുന്നു. പകരം ഉണ്ടാക്കാൻ ശരീരത്തിന് സംവിധാനങ്ങളുണ്ട്. പകരം ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് നന്നായിരുന്നാൽ പ്രൊഡക്റ്റ് നന്നായി തന്നെ തുടരും. പകരം ഉണ്ടാക്കാൻ കിട്ടുന്ന റോ മെറ്റീരിയൽസ് വൃത്തികെട്ട വായുവും വെള്ളവും ഭക്ഷണവും ആണെങ്കിൽ ഇത് വൃത്തികെട്ട് പോകും. ആ വൃത്തികെട്ടതിൻ്റെ ലക്ഷണത്തെ രോഗമെന്ന് വിളിച്ച് മരുന്നിന് പോയിട്ട് കാര്യമില്ല. ഓരോ ദിവസവും 50 മുതൽ 70 ബില്യൺ കോശങ്ങളാണ് അപ്പോപ്റ്റോസിസ് എന്ന കോശമരണത്തിനിടയാകുന്നത്. ഓരോ ദിവസവും 60 തുടങ്ങി 70 ബില്യൺ, 1 ബില്യൺ 100 കോടി കോശങ്ങളാണ് അപ്പോപ്റ്റോസിസ് എന്ന കോശമരണത്തിനിടയാകുന്നത്. മരിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് ശരീരം നിരന്തരമായി നിർമ്മിക്കുന്ന കോശങ്ങളെങ്കിൽ ശരീരം വളരുന്നു. കുറവാണെങ്കിൽ വാർദ്ധക്യ ലക്ഷണങ്ങളിലേക്ക് വീഴുന്നു. നിരന്തരമായി പുതിയ കോശങ്ങൾ ഉണ്ടാക്കുന്നതിന് അസംസ്കൃത വസ്തുക്കൾ ആവശ്യമുണ്ട്. വായുവും വെള്ളവും ആഹാരവും അഗ്നിയും ആകാശവും എല്ലാം അതിനാവശ്യമാണ്. അവ ലഭിക്കുന്നതിനുള്ള പ്രകൃതി സാഹചര്യം നാം ഒരുക്കേണ്ടതുണ്ട്. അകത്തു തന്നെ ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങളും പുറത്തുനിന്ന് എത്തുന്നവയും ഉച്ഛ്വാസം, വിയർപ്പ്, മൂത്രം, മലം, ആർത്തവം, ഇതാണ് സാധാരണ ശുദ്ധീകരണ മാർഗങ്ങൾ. ഉച്ഛ്വാസം, വിയർപ്പ്, മൂത്രം, മലം, ആർത്തവം, ഇത് 5 നേരെ ചൊവ്വേ പ്രവർത്തിക്കുന്ന ഒരു ശരീരവും രോഗത്തിലേക്ക് വീഴില്ല. ഇത്രയും ഉറപ്പാണ് പ്രകൃതിയിൽ വരുന്നത്. ശരീരത്തിലെ അവയവങ്ങളെയും കോശങ്ങളെയും വൃത്തിയായി സൂക്ഷിക്കുകയും വേണം. ഹൈജീൻ. സാധാരണ ശുദ്ധീകരണ മാർഗങ്ങൾ പോരാതെ വരുമ്പോൾ കെട്ടിക്കിടക്കാനിടയായ മാലിന്യങ്ങളും, മലബന്ധം വരിക, വിയർക്കാതെയാകുക. സാധാരണ ശുദ്ധീകരണങ്ങൾ മതിയാവാതെ വരുമ്പോൾ കെട്ടിക്കിടക്കാനിടയാകുന്ന മാലിന്യങ്ങളും അവയുടെ അഴുക്കിൽപ്പെട്ട് രൂപാന്തരം വരുന്ന ബാക്ടീരിയകൾക്ക് പത്തോളജിക്കൽ സ്റ്റേജിലേക്ക് മാറ്റം വരും. അല്പം അഴുക്ക്, ഒരു നായ അപ്പിയിട്ടതാവട്ടെ, ബ്രെഡ് ഇട്ടതാവട്ടെ, അവിടേക്ക് കീടങ്ങൾ വരും. നല്ല വൃത്തിയുള്ള പ്രതലത്തിൽ കീടങ്ങൾ വരുന്നില്ല. ഒരു പഴക്കല കെട്ടിത്തൂക്കി 2 ആഴ്ച കഴിയുന്നതിന് മുമ്പ് തന്നെ അത് കറുത്ത് ഒരു പുതിയ തരം പ്രാണികൾ അവിടെ എത്തുന്നു. ഈ പ്രാണികളെ നമ്മൾ ഒരിടത്തും കണ്ടിട്ടില്ല. ഇതെങ്ങോട്ട് പോകുന്നു എന്ന് നമുക്കറിയില്ല. ആ പഴം പഴുത്ത് ചീയുമ്പോൾ വരുന്നതാണ്. നിങ്ങളുടെ രക്തം അതുപോലെ ആയാൽ, നിങ്ങളുടെ മാംസങ്ങൾ അതുപോലെ ആയാൽ, ഗാംഗ്രീൻ പിടിച്ച് രക്തമൊഴുക്കില്ലാതെ, ഓക്സിജൻ്റെ പ്രവാഹമില്ലാതെ പ്രമേഹരോഗിയുടെ കാല് പഴുക്കുന്നത്, ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ അവയവങ്ങൾ പഴുക്കുന്നത് കണ്ടിട്ടുണ്ട്. അഴുക്ക് എന്ന് പറയുന്ന, ഞങ്ങൾ പറയുന്ന വിഷം എന്നതിനെ, ജൈവമാലിന്യങ്ങളെ നിങ്ങൾ എത്ര വേഗം മനസ്സിലാക്കുന്നു അത്രയും വേഗം നിങ്ങൾ രക്ഷപ്പെടും.
അവയുടെ അഴുക്കിൽപ്പെട്ട് രൂപാന്തരം വരുന്ന ബാക്ടീരിയകളും ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധികൾ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ചെറിയ ബ്ലോക്ക് എവിടെയെങ്കിലും മൈക്രോ ത്രോംബോസൈറ്റിസ് വന്നു കഴിഞ്ഞാൽ മതി, അപ്പുറത്തേക്ക് രക്തം പോകാതെയാകും. ഒരു ചരടെടുത്ത് മുറുക്കി കെട്ടിക്കഴിഞ്ഞാൽ ഈ കൈ ഏതാനും സമയം കൊണ്ട് മരിക്കും. ജീവിച്ചിരിക്കുന്ന നമ്മിൽ രക്തത്തിൻ്റെ പ്രവാഹം, വായുവിൻ്റെ പ്രവാഹം തടയാൻ കഴിഞ്ഞാൽ അടുത്തുള്ള ഭാഗം മരിക്കും. ശരീരത്തിന് ചേരാത്ത ഭക്ഷണപാനീയങ്ങളും കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളും അടങ്ങിയ എല്ലാ അനാരോഗ്യ വസ്തുക്കളും ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ വെല്ലുവിളിക്കുന്നതാണ്. ആരോഗ്യശേഷി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. രോഗപ്രതിരോധ ശേഷിയല്ല, ആരോഗ്യശേഷിയാണ് ശരിയായ പദം. 37.2 ട്രില്യൺ മനുഷ്യകോശങ്ങളുള്ള ശരീരത്തിലെ 39 ട്രില്യൺ ബാക്ടീരിയകളിൽ തെറ്റായ ഭക്ഷണപാനീയങ്ങളും മാലിന്യങ്ങളും ദുസ്വാധീനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വയറ്റിലെത്തുന്ന ജങ്ക് ഫുഡുകളും നിരവധി മരുന്നുകളും ഗട്ട് ബാക്ടീരിയകളെ ദുർബലപ്പെടുത്തുകയും മാനസിക രോഗങ്ങൾ, ഡിപ്രഷൻ അടക്കം ഉണ്ടാക്കുന്നുണ്ട്. ഗട്ട് ബ്രെയിൻ കണക്ഷൻ എന്ന് പറഞ്ഞ് പുതിയ ശാസ്ത്ര ഗവേഷണങ്ങൾ നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ മതി. നിങ്ങൾ കയ്യിരിക്കുന്ന മൊബൈലിൽ ഞാൻ ഈ പറയുന്ന സമയത്ത് നോക്കിയാൽ കിട്ടും. ആൻറ്റിബയോട്ടിക് അസോസിയേറ്റഡ് ഡയറിയ, അലർജിക് റിയാക്ഷൻ, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് IBD, ഗട്ട് മൈക്രോൺ ഡിസ്റപ്ഷൻ, ദഹനശേഷി ഇല്ലാതാകൽ തുടങ്ങിയുള്ള നിരവധി തകരാറുകളാണ് ഗട്ട് ബാക്ടീരിയകൾ ക്ഷയിച്ചാൽ ഉണ്ടാകുന്നത്. ആൻറ്റിബയോട്ടിക്കുകളെ മറികടക്കുന്ന സൂപ്പർ ബഗുകളുടെ വലിയ ദുരന്തത്തിൻ്റെ മുഖത്തേക്കാണ് ഇത്രയും കാലം ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ച് ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും ഭീഷണിയായി നമ്മളെ കൊണ്ട് തള്ളിയിട്ടിരിക്കുന്നത്. പരീക്ഷണമാണ്. ഞങ്ങളിപ്പോൾ തിരുത്തുന്നതെന്ന് പറഞ്ഞാൽ ചെയ്ത ദ്രോഹത്തിനാര് സമാധാനം പറയും? ആ ദ്രോഹം ചെയ്ത കാലത്ത് ഇത് ശാസ്ത്രീയമായിരുന്നില്ലല്ലോ. ഇപ്പോഴും ശാസ്ത്രീയമല്ല. കാരണം നാളെ ഇന്നത്തെ മരുന്ന് നാളെ വിഷമാണെന്ന് പറയും. അപ്പോൾ ഇതെപ്പോഴാണ് ശാസ്ത്രമാകുന്നത്? രോഗപ്രതിരോധ ശേഷിയെ വെല്ലുവിളിക്കുന്ന അനാരോഗ്യ വസ്തുക്കളും രൂപമാറ്റം വരുന്ന ബാക്ടീരിയകളും ടോക്സിക് പ്രോട്ടീനും കാർബോടോക്സിസിറ്റി. എല്ലാവരും ഒന്ന് നോക്കിയാൽ പ്രമേയത്തിന് രക്ഷപ്പെടാൻ പറ്റും. ഒറ്റ വാക്കാണ് കാർബോടോക്സിസിറ്റി. വാട്ട് ഈസ് കാർബോടോക്സിസിറ്റി എന്ന് നോക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. ടോക്സിക് ഫാറ്റും ആൻറ്റിജൻ എന്ന നിലയിലാണ് ശരീരം പരിഗണിക്കുന്നത്. ശരീരത്തിൽ അവ പരിഗണിക്കപ്പെടുന്നത് ആൻറ്റിജൻ എന്ന നിലയിലാണ്. അത് ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, ടോക്സിക് പ്രോട്ടീനുമാകാം എന്നത് അടിവരയിട്ട് നമ്മൾ തിരിച്ചറിയുക. ഇവ ഇൻഫ്ലമേഷൻ്റെ കാരണമായി തീരുന്നത് രോഗപ്രതിരോധ ശേഷിയുടെ പ്രവർത്തനം മൂലമാണ്. ഇൻഫ്ലമേഷൻ ശരീരം ഉണ്ടാക്കുന്നതാണ്, രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നതാണ്. കടന്നു കയറുന്ന ആക്രമണകാരികൾക്കെതിരെ, വിഷാംശങ്ങൾക്കെതിരെ ശരീരം ഉണ്ടാക്കുന്നതാണ് ഇൻഫ്ലമേഷൻ. അത് ആവശ്യമാണ്. അതിനെ തടയുന്ന അവിവേക രീതികളാണ്, അവിവേക ചികിത്സകളാണ് മാറാ രോഗങ്ങളിലേക്ക് മനുഷ്യ ശരീരത്തെ അധപതിപ്പിക്കുന്നത്. ശരീരം ആൻറ്റിജനായി പരിഗണിക്കപ്പെടുന്നവയ്ക്കെല്ലാം എതിരെ ശരീരം സൈറ്റോകിൻസും ഹിസ്റ്റമിനും പുറപ്പെടുവിക്കുന്നതാണ് ഇൻഫ്ലമേഷനായി തീരുന്നത്. തെറ്റായ ഭക്ഷണപാനീയങ്ങളുടെയും മരുന്നുകളുടെയും നിരന്തരമായ ഉപയോഗവും ഉറക്കം വൈകുന്നത് മുതലുള്ള തെറ്റായ ജീവിത രീതികളും, പഞ്ചസാര, മൈദ, ഇതുപോലുള്ള സാധനങ്ങൾ, ഇതെല്ലാം ഇൻഫ്ലമേഷനിലേക്ക് ശരീരത്തെ നയിക്കുന്നു. മദ്യവും ചായയും കാപ്പിയും ഇതൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതാണ്. അന്യവസ്തുക്കളും, അതായത് ഫോറിൻ ബോഡീസ്, ഇൻഫ്ലമേഷനും ചേരുന്നതോടെ ആ ഭാഗത്തുള്ള അവയവങ്ങളുടെ പ്രവർത്തനം പ്രയാസത്തിലാകുന്നു. ലിംഫാറ്റിക് ഫ്ലൂയിഡുകൾ, രക്തം, ഓക്സിജൻ, പോഷകങ്ങൾ എന്നിവയുടെ എല്ലാം സഞ്ചാരത്തെ ഇൻഫ്ലമേഷൻ തടയുന്നുണ്ട്. മലിനവസ്തുക്കളുടെ പുറന്തള്ളലിനെയും ഇൻഫ്ലമേഷൻ അസാധ്യമാക്കുന്നുണ്ട്. ഈ പ്രതിസന്ധി മൂലം പ്രവർത്തന തടസ്സമുണ്ടാകുന്ന അവയവത്തിൻ്റെ പ്രത്യേകതയനുസരിച്ച് ലക്ഷണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. അതിനെല്ലാം ഓരോരോ രോഗത്തിൻ്റെ പേര് നൽകി ആ ലക്ഷണ വ്യത്യാസങ്ങൾക്ക് പല പല പേരുകൾ നൽകി പല പല രോഗങ്ങളാണ് എന്ന് പറയുന്നത് ശരിയാണോ, ശാസ്ത്രീയമാണോ? രോഗപ്രതിരോധ ശേഷി പുറപ്പെടുവിക്കുന്ന ഹിസ്റ്റമിനെതിരായി ആൻറ്റി ഹിസ്റ്റമിൻ മരുന്നുകൾ നൽകുന്നത് ഒരു മെഡിക്കൽ ക്രൈമായിട്ടാണ് പ്രകൃതിഹിംസ കണക്കാക്കുന്നത്. സാധാരണ ശുദ്ധീകരണ മാർഗങ്ങളിലൂടെ പുറന്തള്ളാൻ കഴിയാത്ത വിധത്തിൽ മാലിന്യങ്ങൾ രൂപപ്പെട്ടാൽ ജലദോഷം, ഛർദി, വയറിളക്കം, പനി, ത്വക്ക് രോഗങ്ങൾ എന്നിങ്ങനെയുള്ള അസാധാരണ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ കൊണ്ട് അവയെ നീക്കം ചെയ്യാൻ ശരീരത്തിനറിയാം. അവയെ രോഗങ്ങളായും
ബാക്ടീരിയൽ വൈറൽ ബാധകളായി കരുതി അടിച്ചമർത്തുന്നതും തടയുന്നതും അശാസ്ത്രീയമാണ്, അപകടകരമാണ്. അവയവങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടുന്നതിനാൽ അസുഖങ്ങൾ ഉണ്ടാകുന്നത് പ്രധാനമായും ഈ വിവേകമില്ലാത്ത ചികിത്സ മൂലമാണ്. അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നതിൻ്റെ ലക്ഷണങ്ങളെ രോഗമെന്ന് വിളിച്ച് മരുന്ന് പ്രയോഗങ്ങൾ നടത്തുന്നതോടെ അവയവങ്ങൾ തന്നെ നശിഞ്ഞു പോകുന്ന കിഡ്നി നാശം, കരൾ നാശം, ബ്ലോക്ക്, സ്ട്രോക്ക്, ക്യാൻസർ, ഓട്ടോ ഇമ്മ്യൂൺ തകരാറുകളൊക്കെയാണ് ഉണ്ടാകുന്നത്. പനിയെ അടിച്ചമർത്തുന്നതിന് നൽകി വരുന്ന പാരാസിറ്റമോൾ 5 തരം ക്യാൻസറുകൾക്ക് കാരണമാകാമെന്ന, ആത്മഹത്യ ചെയ്യിപ്പിക്കാമെന്ന താക്കീത് തരുന്നത് പടിഞ്ഞാറൻ വൈദ്യ ഗവേഷകർ തന്നെയാണ്. ഇതിലേതാണ് ശാസ്ത്രം, ഏതാണ് അശാസ്ത്രം എന്നതാണ് ഉത്തരമായി വരേണ്ടത്. ഞങ്ങൾ നൽകുന്ന മരുന്നുകളുടെ ദോഷഫലങ്ങൾ ഞങ്ങൾ തന്നെ പറയുന്നില്ലേ എന്ന ചോദ്യം ഒരു ചികിത്സയെ ശാസ്ത്രീയമാക്കുമോ? മരുന്നുകളുടെ ദോഷഫലങ്ങൾ, അതിനുള്ള മരുന്നുകൾ ഞങ്ങൾ തന്നെ തരുന്നില്ലേ എന്ന വാദവും അതിനെ ശാസ്ത്രീയമാക്കുമോ? ദോഷഫലങ്ങളെല്ലാം മാറ്റി വരുമ്പോൾ ശാസ്ത്രീയമായതായി അംഗീകരിക്കാമെന്നല്ലേ പറയേണ്ടത്. ഒന്ന് ദോഷമൊക്കെ മാറ്റി ഊതിക്കാച്ചിയ പൊന്നായിട്ട് വരൂ, ശരിയുള്ളത് സത്യമായതുമായിട്ട് വരൂ. പാരാസിറ്റമോൾ മേ കോസ് ബ്ലഡ് ക്യാൻസർ. നിങ്ങളുടെ മൊബൈലിലൊന്ന് ടൈപ്പ് ചെയ്ത്, നെറ്റിലൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. പാരാസിറ്റമോൾ മേ കോസ് ബ്ലഡ് ക്യാൻസർ, ബോൺ മാരോ ക്യാൻസർ, ലിംഫ് നോഡ് ക്യാൻസർ. ഇനി ലിവർ ക്യാൻസർ എന്നും കിഡ്നി ട്രാക്ട് ക്യാൻസർ എന്നും കൂടെ നോക്കാം. ഞങ്ങൾ നൽകുന്ന മരുന്നുകൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾക്ക് വീണ്ടും തരുന്ന മരുന്നുകൾ അവയവങ്ങളെ നശിപ്പിക്കുമ്പോൾ അവയവങ്ങൾ മാറ്റിവയ്ക്കുന്നതിനുള്ള ശാസ്ത്രീയ പുരോഗമനവും ഞങ്ങൾ നൽകുന്നുണ്ട് എന്ന വാദവും ശാസ്ത്രീയമാകുമോ? അല്പമെങ്കിലും യുക്തിചിന്തയുള്ളവർക്ക് അംഗീകരിക്കാനാകുമോ? സാധാരണ ശുദ്ധീകരണ മാർഗങ്ങൾ 5 ശരിയായി പ്രവർത്തിക്കുന്ന ശരീരത്തിൽ രോഗങ്ങളുണ്ടാകുക അസാധ്യമാണ്. അഥവാ ഉണ്ടായാൽ തന്നെ അസാധാരണ ശുദ്ധീകരണ നടപടികൾ ഉണ്ടാക്കി ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ശരീരത്തിനറിയാം. അതിനെ തടയാതിരുന്നാൽ ഒരു ശരീരവും മനസ്സും രോഗത്തിലേക്ക് വീഴുകയില്ല. ശാസ്ത്രീയമായ ചികിത്സ എന്ന പേരിൽ മനുഷ്യ ശരീരത്തിലേക്ക് വിവേകമില്ലാതെ പ്രയോഗിക്കുന്ന മരുന്നുകൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? എങ്ങനെയാണ് മരുന്നുകൾ രോഗം മാറ്റിത്തരുന്നത്? സകലരും ആശ്രയിക്കുന്ന വേദന പനിമരുന്നായ പാരാസിറ്റമോളിന് ഉദാഹരണമായി നമുക്കൊന്നുകൂടെ നോക്കാം. ബ്രിട്ടീഷ് നാഷണൽ ഹെൽത്ത് സർവീസിൻ്റെ NHS വെബ്സൈറ്റ് പ്രകാരം കോമൺ ക്വസ്റ്റ്യൻസ് അബൌട്ട് പാരാസിറ്റമോൾ ഫോർ അഡൽട്സ്. ഹൗ ഡസ് പാരാസിറ്റമോൾ വർക്ക്? Paracetamol seems to work by blocking the chemical messengers in the brain. നന്മ ചെയ്യല്ല, തലച്ചോറിലെ കെമിക്കൽ മെസ്സഞ്ചേഴ്സ്. Paracetamol seems to work by blocking the chemical messengers in the brain that tell your body that you have pain. നിങ്ങൾക്ക് വേദനയുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുന്ന തലച്ചോറിലെ കെമിക്കൽ മെസ്സഞ്ചേഴ്സിനെ തടഞ്ഞു വെച്ചിട്ട് നിങ്ങൾക്ക് വേദനയില്ല എന്ന് തോന്നിപ്പിക്കുന്ന മാജിക്കൽ റെമഡി. ഇതാണ് മാജിക്കൽ റെമഡി. ഇറ്റ്സ് ഓൾസോ റെഡ്യൂസസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ by affecting the chemical messengers in the area of the brain that regulates body temperature. പനി കുറച്ചു തരുന്നതും ചൂട് കൂട്ടുന്നതിലുള്ള ആ കെമിക്കൽ മെസ്സഞ്ചേഴ്സിനെ ബ്ലോക്ക് ചെയ്തു വെച്ചിട്ടാണ്, അല്ലാതെ അവിടെ ഇത് ഇല്ലാതാക്കിക്കൊണ്ടോ ഈ പനിയുടെ കാരണം ഇല്ലാതാക്കിക്കൊണ്ടോ അല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ലോകത്തെ ഏറ്റവും ആധികാരികമായ പടിഞ്ഞാറൻ വൈദ്യഗ്രന്ഥമായ മാർട്ടിൻ ഡയൽ ദി കംപ്ലീറ്റ് ഡ്രഗ് റെഫറൻസ്, ഞാനത് വാങ്ങുന്നത് 64,000 രൂപ കൊടുത്തിട്ടാണ്, എൻ്റെ കയ്യിലുണ്ട്. ഈ മെഡിക്കൽ ടെക്സ്റ്റുകളിൽ റോയൽ ഫാർമസ്യൂട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ പ്രസിദ്ധീകരിക്കുന്ന ഗ്രന്ഥത്തിൻ്റെ 40-ാം എഡിഷൻ 11-ാം പേജ് പറയും. 40-ാം എഡിഷനാണ് ഞാൻ നിങ്ങളെ സംശയമുള്ളവരുണ്ടെങ്കിൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. 11-ാം പേജ് പറയുന്നത് കാണുക. ടെമ്പറേച്ചർ അപ് ടു 41 degrees ആർ റിലേറ്റീവ്ലി ഹാംലെസ്. 41 ഡിഗ്രി വരെ പനി അപകടകാരിയല്ല. 106 ഡിഗ്രി ഫാരൻഹീറ്റ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ if there is any value in treating fever at lower temperatures. ഇതിൽ ഈ 101-104 കുറഞ്ഞ ചൂടിന് പനി ചികിത്സിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് വ്യക്തമല്ല എന്നാണ് പറയണത്. ഞാൻ 64,000 രൂപ കൊടുത്ത് മേടിച്ച മെഡിക്കൽ ടെസ്റ്റ് എന്നോട് പറയുകയാണ് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അത് വ്യക്തമല്ല എന്ന്. ശാസ്ത്രമാണ്. ഹൈപ്പർ തെർമിയ 106 ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പനിയല്ല, ഹൈപ്പർ തെർമിയയാണ്. Hyperthermia may produce body temperature greater than 41 degrees. These high temperatures are life-threatening and need to be lowered immediately. 104 കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ
താഴേക്കാക്കണം. ആൻറ്റിപൈററ്റിക്സ് ആർ ഇൻഎഫക്റ്റീവ്. പനിമരുന്നുകൾക്ക് അവിടെ ഫലമില്ല, അതിനെ കൊണ്ട് യാതൊരു കാര്യമില്ല. സിൻസ് ദി ഹൈ ടെമ്പറേച്ചേഴ്സ് ആർ എ റിസൾട്ട് ഓഫ് തെർമോ റെഗുലേറ്ററി ഫെയിലിയർ. അത് ഹൈപ്പോതലാമസിൻ്റെ ചൂട് കൂട്ടാനും കുറയ്ക്കാനുള്ള സംവിധാനം നശിഞ്ഞിരിക്കുന്നു. ഇനി പനിമരുന്നുകളൊന്നും നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കില്ല. വൺ ഓഫ് ദി മോസ്റ്റ് റാപ്പിഡ് ആൻഡ് ഇഫക്റ്റീവ് മീൻസ് ഓഫ് കൂളിംഗ് ഈസ് ടു ഇമേഴ്സ് ദി പേഷ്യൻ്റ് ഇൻ എ വെരി കോൾഡ് വാട്ടർ. ബട്ട് ഹോട്ട് ടെമ്പറേച്ചർ ഷുഡ് ബി മോണിറ്റേർഡ് ടു അവോയ്ഡ് ഇൻഡ്യൂസിങ് ഹൈപ്പോതെർമിയ. ചൂട് വളരെ കുറഞ്ഞ് ഹാർട്ടിന് പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ വരാത്ത രീതിയിൽ കെയർ എടുത്തുകൊണ്ട് രോഗിയെ ഐസ് കോൾഡ് വെള്ളത്തിൽ മുക്കിക്കിടത്തണം. പനി കൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു രോഗിയെ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ മോഡേൺ മെഡിക്കൽ ടെക്സ്റ്റ് പറയുന്ന രീതിയിലുള്ള ഒരു ചികിത്സയ്ക്ക് വിധേയമാക്കിയതായിട്ട് നിങ്ങൾക്കറിയാമോ? ഇവാപ്പറേറ്റീവ് കൂളിംഗ് മെത്തേഡ്സ് മേ ബി മോർ എഫിഷ്യൻറ്റ്. ഇൻട്രാവേനസ് ഓർ intraperitoneal administration of cool fluids, gastric lavage or enemas with ice water have also been used. ഐസ് വെള്ളത്തിൽ എലിമയും എടുപ്പിക്കണം. ശാസ്ത്രമാണെന്ന് ഓരോ നിഗമനവും റിസർച്ച് മെത്തഡോളജി അനുസരിച്ച് വർഷങ്ങളായുള്ള ഗവേഷണത്തിന് ശേഷം മാത്രം ചെയ്യുന്നതെന്നുമാണ് അലോപ്പതി ചികിത്സകളുടെ നിലപാട്. എന്നാൽ പരീക്ഷണങ്ങളും പഠന നിരീക്ഷണങ്ങളും പ്രയോഗവും പരിതാപകരമായ വിധത്തിൽ കുത്തഴിഞ്ഞതും അപകടകരവും അശാസ്ത്രീയവും യുക്തിരഹിതവുമാണെന്നല്ലേ ഇവിടെ നിന്ന് തെളിയുന്നത്. ശരീരത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പനിയുടെ പങ്ക് വ്യക്തമല്ല എന്നൊരു മെഡിക്കൽ ടെക്സ്റ്റ് എഴുതി വച്ചിരിക്കുന്നു. എന്നാൽ കൂടി നിൽക്കുന്ന പനിയുടെ ചൂടിൽ സിഫിലിസിൻ്റെ അണുക്കളായ ട്രിപ്പോണിമ പാലിഡം ചത്തുപോകുന്നതായി റിപ്പോർട്ടുകളുണ്ട് എന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. നോവൽ ബുക്കൊന്നുമല്ല, മെഡിക്കൽ ടെക്സ്റ്റ്. പനിയുടെ തുടക്കത്തിൽ തന്നെ പാരാസെറ്റമോളും ഐബുപ്രൂഫനും ആസ്പിരിനുമൊക്കെ നൽകി പനി കുറയ്ക്കുന്ന ഡോക്ടർമാർ രോഗിയോടൊരു മെഡിക്കൽ കുറ്റമല്ലേ ചെയ്യുന്നത്? ഉത്തരം ശാസ്ത്രീയമായി നിങ്ങൾ തന്നെ കണ്ടെത്തുക. എന്നിരുന്നാലും പഴയ മെഡിക്കൽ ടെസ്റ്റ് പറയുകയാണ്, എന്നിരുന്നാലും പനിക്ക് മരുന്ന് നൽകി രോഗിയുടെ പ്രയാസങ്ങൾ ഇല്ലാതാക്കുമ്പോൾ ചികിത്സിക്കാനുള്ള ഡോക്ടറുടെ കഴിവിൽ രോഗികൾക്കും ബന്ധുക്കൾക്കും മതിപ്പുണ്ടാകുന്നുണ്ട്. ഇതല്ലേ വഴിവക്കിൽ നിൽക്കുന്ന ഈ തെരുവ് മജീഷ്യന്മാർ, മരുന്ന് വിൽപ്പനക്കാരൊക്കെ ചെയ്യുന്ന ഒരു മതിപ്പുണ്ടാക്കുന്നുണ്ട് എന്നുകൂടെ ഡോക്ടർ R.S. സദോസ്കറുടെ ഫാർമക്കോളജി ആൻഡ് ഫാർമക്കോ തെറാപ്യൂട്ടിക്സ് എന്ന വൈദ്യഗ്രന്ഥം റിവൈസ്ഡ് 21st എഡിഷൻ പേജ് 160 പുസ്തകം കയ്യിലുണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക്? ഇതാരാണ് ഇതിനെ ശാസ്ത്രം എന്ന് വിളിക്കാൻ തുടങ്ങിയത്? എഴുതി വച്ചിരിക്കുമ്പോൾ എന്തിനെയാണ് ശാസ്ത്രം എന്ന പേരിൽ നിങ്ങൾ ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് എന്ന ചോദ്യം ഉയരുന്നില്ലേ? മാർട്ടിൻ ഡെയിൽ ദി കംപ്ലീറ്റ് ഡ്രഗ് റെഫറൻസ് ആകട്ടെ കുറഞ്ഞ ചൂടിലെ പനിക്ക് മരുന്നുകൾ നൽകി ചികിത്സിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല എന്നാണ് വിലപിക്കുന്നത്. 41 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അഥവാ 106 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ പനി അപകടകാരിയല്ല എന്നും മാർട്ടിൻ ഡെയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 41 ഡിഗ്രിയിൽ കൂടുന്ന ചൂട് ഹൈപ്പോതലാമസിൻ്റെ തകർച്ചയുടേതാണെന്നും ചൂടിനെ നിയന്ത്രിക്കുന്ന സംവിധാനം തകർന്നിരിക്കുകയാണെന്നും വ്യക്തമാക്കുന്നു. പനിമരുന്നുകൾക്കൊന്നും ചെയ്യാനില്ലാത്ത ഹൈപ്പോതെർമിയ എന്ന അവസ്ഥയിൽ രോഗിയെ വളരെ തണുത്ത വെള്ളത്തിൽ മുക്കിക്കിടത്തി കോർ ടെമ്പറേച്ചർ കുറയാതെ നോക്കുക എന്നുള്ളതാണ് അതിവേഗത്തിലും ഫലപ്രദമായും ചെയ്യാൻ കഴിയുന്ന കാര്യമായി മാർട്ടിൻ ഡെയിൽ നിർദ്ദേശിക്കുന്നത്. ബാഷ്പീകരണ തണുപ്പ് ഇവാറേറ്റീവ് കൂളിംഗ് മെത്തേഡ്സ് കുറേക്കൂടെ നല്ലതാണെന്നും ഞരമ്പുകളിലൂടെയും നെഞ്ചിൻ കൂടിനുള്ളിലൂടെയും തണുത്ത ദ്രാവകം കടത്തൽ, ഐസ് വെള്ളം കൊണ്ട് വയറൊഴുകൽ എന്നിവ എന്നവയെല്ലാം ചെയ്യണമെന്നാണ് മാർട്ടിൻ ഡെയിൽ പറയുന്നത്. പനി കൊണ്ട് നിരവധി പേർ മരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അലോപ്പതി ആശുപത്രികളിലെ നിരവധി ചികിത്സയ്ക്ക് ശേഷം മരിച്ചിട്ടുള്ള രോഗികളിൽ ഒരാൾക്കെങ്കിലും ഇത്തരമൊരു ശാസ്ത്രീയ ചികിത്സ ഡോക്ടർമാർ നടത്തിയിട്ടുള്ളതായി നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ പനിമരണങ്ങൾ അശാസ്ത്രീയമായ ചികിത്സകളാൽ അലോപ്പതി ഡോക്ടർമാർ നടത്തുന്ന മെഡിക്കൽ കൊലപാതകങ്ങളാണെന്ന് പറയാൻ കഴിയുമോ? പനിക്ക് പാരാസെറ്റമോൾ എന്ന അശാസ്ത്രീയത പറയുന്നവർ പനിക്ക് പട്ടിണി എന്ന് പറയുന്ന പ്രകൃതി ചികിത്സയെ പുച്ഛിക്കും. പക്ഷേ ശരീരത്തിൻ്റെ ഊർജ വിനിമയ ശാസ്ത്രം അറിയാവുന്നവർ അത് ശരിവയ്ക്കും. ശരിയായ ആരോഗ്യശാസ്ത്രം തിരിച്ചറിഞ്ഞു പാലിക്കും. ശരീരത്തിനുള്ളിലുള്ള അവയവങ്ങളുടെയും കോശങ്ങളുടെയും പ്രവർത്തനങ്ങൾക്കും രക്തസഞ്ചാരത്തിനും തലച്ചോറിൻ്റെ പ്രവർത്തനം, ഹൃദയത്തിൻ്റെ 60% എനർജി, ശരീരം മൊത്തം ഉണ്ടാക്കുന്നതിൽ 60% എനർജി അതിന് വേണം. പുറത്തുള്ള അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് 30 തുടങ്ങി 40% എനർജിയും ഭക്ഷണത്തിൻ്റെ ദഹനത്തിന് 10% എനർജിയുമാണ് വേണ്ടത്. പനിയിൽ വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാതിരിക്കാനും ഉപദേശിക്കുന്ന പ്രകൃതി ചികിത്സയുടെ ശാസ്ത്രീയത നിങ്ങൾക്കിവിടെ തിരിച്ചറിയാം. കായിക പ്രവർത്തനങ്ങൾക്ക് മാറ്റിവയ്ക്കുന്ന 30 തുടങ്ങി 40% ഊർജ്ജവും
ദഹനത്തിന് വേണ്ടിയുള്ള 10% ഊർജവും കൂടെ രോഗപ്രതിരോധ ശേഷിയുടെ പ്രവർത്തനങ്ങൾക്ക് നൽകുകയാണ് പ്രകൃതി ചികിത്സയുടെ പനി ചികിത്സയിലെ വിവേകം. പനിയുടെ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാതെ വിശ്രമിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, പച്ചവെള്ളത്തിൽ എരുമയെടുക്കുക തുടങ്ങിയവയാണ് പ്രകൃതി ചികിത്സയുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രീതി. പടിഞ്ഞാറൻ വൈദ്യശാസ്ത്ര നിയമങ്ങൾ പ്രകൃതി ചികിത്സാ രീതിയെയാണ് അംഗീകരിക്കുന്നത്. അലോപ്പതിക്കാർ ചെയ്യുന്ന മരുന്ന് പ്രയോഗങ്ങളെ അല്ല. പനി ചികിത്സയെക്കുറിച്ച് അല്പം കൂടെ. പാരാസിറ്റമോൾ കോശങ്ങളുടെ പവർ ഹൗസായ മൈറ്റോകോൺട്രിയയുടെ പ്രവർത്തനത്തെ തടഞ്ഞാണ് ചൂട് കുറപ്പിക്കുന്നത്. ഭക്ഷണത്തിലെ കെമിക്കൽ എനർജിയെ കോശങ്ങൾക്ക് അനുയോജ്യമായ വിധത്തിലാക്കി മാറ്റുന്നതാണ് മൈറ്റോകോൺട്രിയയുടെ പ്രധാന പ്രവർത്തനം. ATP സിന്തസിസ്, മെറ്റബോളിസം നിയന്ത്രിക്കൽ, കോശവളർച്ചയും വിഭജനവും, കോശമരണം, കരളിലെ അമോണിയ നീക്കം ചെയ്യൽ, കോശങ്ങളിലെ കാൽസ്യം പ്രതിപാലനം, കോശങ്ങളിലെ ഇരുമ്പ് പരിപാലനം, കോശങ്ങളുടെ സന്ദേശങ്ങൾ കൈമാറൽ, സ്റ്റെം സെൽ നിയന്ത്രണം, നാഡീകലകളുടെ വളർച്ചയും വികാസവും എല്ലാം നിയന്ത്രിക്കുന്നത് മൈറ്റോകോൺട്രിയയാണ്. പനി കുറയ്ക്കുന്നതിന് മൈറ്റോകോൺട്രിയയുടെ പ്രവർത്തനം തടയുമ്പോൾ എനർജി ഉൽപ്പാദനം നിൽക്കും എന്നുള്ളത് ശരിയാണ്. പക്ഷെ കോശങ്ങളിലെ ഊർജത്തിൻ്റെ ഉൽപ്പാദനം നിലയ്ക്കുമ്പോൾ ചൂട് കുറയുകയും ചെയ്യും. പക്ഷേ പാരാസിറ്റമോൾ തടയുന്ന മൈറ്റോകോൺട്രിയയുടെ പ്രവർത്തനം പൂർവ്വരൂപത്തിലേക്കാക്കേണ്ടത് ആവശ്യമല്ലേ? അതെപ്പോഴാണ് വീണ്ടും തുടങ്ങേണ്ടത്? തീരുമാനം പാരാസെറ്റമോളിൻ്റേതാണോ അതോ മൈറ്റോകോൺട്രിയയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഘടകം എന്താണോ അതാണോ ചെയ്യേണ്ടത്? അതെന്താണ്? അതെപ്പോഴാണ് തുടങ്ങേണ്ടത്? അതോ ഡോക്ടറാണോ ഇതൊക്കെ തീരുമാനിക്കേണ്ടത്? പനി എന്ന ശരീരത്തിൻ്റെ ചൂട് കൂട്ടുന്നതിന് മൈറ്റോകോൺട്രിയയ്ക്ക് നിർദ്ദേശം നൽകിയത് ഹൈപ്പോതലാമസ് ഗ്രന്ഥിയാവാം. ഹൈപ്പോതലാമസിന് നിർദ്ദേശം എവിടെ നിന്ന് കിട്ടി? എന്തിന് കിട്ടി? ശരീരത്തിൻ്റെ ആന്തരിക സംവിധാനങ്ങൾ ചൂട് കൂട്ടി പനി ഉണ്ടാക്കാൻ തീരുമാനിക്കുന്ന സാഹചര്യം എന്താണ് എന്നറിയില്ല എന്ന് സമ്മതിക്കുന്ന പടിഞ്ഞാറൻ വൈദ്യം കാരണങ്ങൾ അറിയാതെ മൈറ്റോകോൺട്രിയയുടെ പ്രവർത്തനത്തെ തടഞ്ഞ് ചൂട് കുറപ്പിക്കുന്നത് ശാസ്ത്രീയ സമീപനമാണോ? പനിയുടെ പേരിൽ പ്രവർത്തനം തടയുന്നതോടെ മൈറ്റോകോൺട്രിയയുടെ മറ്റു പ്രവർത്തനങ്ങൾ കൂടെ തകരാറാവില്ലേ? കോശ വളർച്ചയും ആശയ കൈമാറ്റങ്ങളും കോശമരണങ്ങളും എല്ലാം താളം തെറ്റുന്നതോടെ ഗുരുതരമായ തകർച്ചകൾ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഭാവിയിൽ ഉണ്ടാവില്ലേ? പാരാസിറ്റമോളിൻ്റെ പ്രയോഗം നിർത്തുന്നതോടെ മൈറ്റോകോൺട്രിയ പഴയതുപോലെ പ്രവർത്തനം തുടരണമെന്ന് നിർബന്ധമുണ്ടോ? ഓട്ടോമാറ്റിക് സംവിധാനങ്ങളിൽ നടത്തുന്ന ബലപ്രയോഗങ്ങളും ഇടപെടലുകളും ഉണ്ടാക്കുന്ന തകരാറുകൾ ഓട്ടോമാറ്റിക് സംവിധാനങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി പരിഹരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? മെറ്റബോളിക് തകരാറുകൾ, കോശമരണമായ അപ്പോപ്റ്റോസിസിൻ്റെ താളം തെറ്റുന്നതിനാലുള്ള പ്രതിസന്ധികളെല്ലാം കൂടെ പ്രമേഹം, പ്രഷർ, ബ്ലോക്ക്, സ്ട്രോക്ക്, ക്യാൻസർ തുടങ്ങിയ പ്രതിസന്ധികൾ ഉണ്ടാക്കില്ലേ? പ്രമേഹത്തിൻ്റെ ചികിത്സ ഒരു വിഡ്ഢിത്തം. പ്രമേഹ രോഗിയുടെ ഷുഗർ കുറയ്ക്കാനാണ് മെറ്റ്ഫോമിൻ, ഗ്ലൈസിഫേജ് ഇങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നത്. ഷുഗർ കുറഞ്ഞുകൊണ്ട് രോഗിക്ക് എന്താ മെച്ചം? ഇതെന്തൊരു ശാസ്ത്രമാണ്? പാൻക്രിയാസ് ശരിക്കും പ്രവർത്തിക്കാത്തത് കൊണ്ടല്ലേ ശരീരത്തിൽ ഷുഗർ കൂടുന്നത്? ഷുഗർ കുറഞ്ഞതുകൊണ്ട് പാൻക്രിയാസ് നന്നായിട്ട് പ്രവർത്തിക്കുമോ? ഇനി ഷുഗർ കുറയ്ക്കാനുള്ള മരുന്നുകൾ കിട്ടിയാൽ ഈ ഷുഗർ കോശങ്ങളിൽ എത്തേണ്ടതല്ലേ? ഈ ഷുഗറിനെ കോശങ്ങൾക്ക് കൊടുക്കാനായിട്ടാണ് മരുന്ന് പ്രവർത്തിക്കുന്നതെങ്കിൽ പിന്നെയും നമുക്ക് മനസ്സിലാക്കാം. പാൻക്രിയാസിനെ നന്നാക്കാൻ ഒരു ചികിത്സയും ഇല്ല. പിന്നെ എങ്ങനെയാണ് പ്രമേഹ രോഗിക്ക് മരുന്ന് നിർത്തി പതുക്കെ ചികിത്സ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രമേഹ രോഗിയാണ് അപകടത്തിലേക്ക് പോകുന്നത്. 5 പേജ് കൂടി എനിക്കുണ്ട്. സമയം കിട്ടിയാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഏതായാലും ഇതൊക്കെയാണ് എൻ്റെ ചിന്തകൾ. എനിക്ക് മറുപടി കിട്ടി, എനിക്ക് ബോധ്യമായാൽ തീർച്ചയായും മാറാൻ ഞാൻ തയ്യാറാണ്. നന്ദി, നമസ്കാരം.